സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നല്ല ദിവസം ഇവിടെ നടക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന പ്രാർത്ഥനയിൽ എനിക്കവിടെ പങ്കെടുക്കാൻ ദൈവമായ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെയും ഒപ്പം കർത്തൃദാസന്മാരെയും സ്നേഹത്തോടെ വന്ദനം പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ നമ്മൾ ഒരുങ്ങുകയാണ്. പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മെ കരുതുമെന്നുള്ളത് നമ്മുടെയൊക്കെ അനുഭവത്തിലുള്ള കാര്യമാണ്. ദൈവസന്നിധിയിൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിപ്പാൻ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് ദൈവത്തെ അമിതമായി വിശ്വസിക്കുക എന്നതായിരിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധാനത്തിൽ വിശ്വാസത്തോടിരിക്കുന്നവരെ ദൈവമായ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾക്ക് തക്കവണ്ണം അനുഗ്രഹിപ്പാൻ വിശ്വസ്തനാണ്. നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മാത്രമല്ല, ദൈവവചന കേൾവി എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കുമ്പോൾ, ഒരു തിയോളജിക്കൽ സ്റ്റാറ്റസിൽ ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് അറിവ് തരുന്നതും അതുപോലെ ആത്മബലം തരുന്നതൊക്കെയാണെന്ന് സത്യമായിരിക്കുമ്പോൾ തന്നെ വേദപുസ്തകത്തിലെ ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ചില എവിഡൻസുകൾ, തെളിവുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവവചനം കേൾക്കുന്നത് ഒരുപക്ഷെ അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾക്കൊരു എൻട്രി, ഒരു വഴിത്തിരിവുണ്ടാകാനുള്ള മുഖാന്തരം കൂടെയാണ്. ചുരുക്കം പേരെ നമ്മളിതിനകത്തുള്ളെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തു ചെയ്യണമെന്നറിയാത്ത കാര്യങ്ങൾക്ക് ദൈവമായ കർത്താവ് ഒരു ഗൈഡൻസ് തരുന്നത് ചിലപ്പോൾ വചന കേൾവിയിലായിരിക്കാം. ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ദൈവദാസന്മാർ, നമുക്ക് സഭയ്ക്ക് വളരെ ക്രമീകൃതമായിരിക്കുന്നൊരു സിസ്റ്റമുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ദൈവിക ആലോചനകൾ ദൈവത്തോട് ചോദിച്ചിട്ട് നമ്മളോട് പറയുന്ന കർത്തൃദാസന്മാർ, പ്രവാചകന്മാരൊക്കെ ഉണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വേണ്ടി ഒരാലോചന പറയാമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കൃത്യമായി പറഞ്ഞേക്കാം. ചില സന്ദർഭങ്ങളിലൊക്കെ ദൈവദാസന്മാർക്ക് പോലും ചില കാര്യങ്ങൾ അങ്ങനെ പറയാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായേക്കാം. ആ സമയത്തെല്ലാം വചനത്തിനകത്ത് മറച്ചു വെച്ചിരിക്കുന്ന ദൈവിക വഴികളുണ്ട്. ഞാനത് പറയുന്നതൊരു വചനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഞാനൊരു കുറിവാക്യം വായിച്ച് ചിന്തയിലേക്ക് വരാം. അതിനേക്കാൾ മുമ്പ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ആധികാരിക രേഖ യോശുവയുടെ പുസ്തകത്തിൽ ഉള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ ഉപകാരമായിരിക്കും. 3-ാം അധ്യായം 9-ാം വാക്യം യോശുവയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു ചെറിയ വാക്യമാണ്. യോശുവ ഇസ്രായേൽ മക്കളോട് ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പി. മതി. ആ പറയുന്ന വാക്ക് നമ്മുടെ വേദപുസ്തകത്തിലൊരു വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ കോണ്ടസ്റ്റ്, അതിൻ്റെ പശ്ചാത്തലം, ആ സന്ദർഭമൊക്കെ മനസ്സിലാക്കുന്നത് നമുക്കതിനെക്കുറിച്ചുള്ള ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതാണ്. കാരണം ഇത് പറയുന്നത് എവിടെ വെച്ചാണെന്നറിയാമോ? യോർദാൻ്റെ തീരത്ത് അക്കരയ്ക്ക് പോകാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവരിങ്ങനെ 2-3 ദിവസമായിട്ട് സ്റ്റക്കായി നിൽക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. യോശുവ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. 1-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ തികച്ചും ദൈവനിയോഗപ്രകാരം തന്നെയാണ് അദ്ദേഹം ഒരു നേതൃത്വത്തിലേക്ക് എത്തിയത്. സ്തോത്രം. അല്ലാതെ ഒരു മത്സരിച്ചോ ആ രീതിയിലൊന്നും കയറി വന്നതല്ല. ദൈവം നേരത്തെ പറഞ്ഞിരുന്നതനുസരിച്ച് മോശയ്ക്ക് ശേഷം അദ്ദേഹം ഒരു അധികാരത്തിലേക്ക്, നേതൃത്വത്തിലേക്ക് വന്നതാണ്. അപ്പോൾ ആ നേതൃത്വത്തിനകത്ത് യോശുവയ്ക്ക് ആശങ്കയുണ്ടായിരുന്നു എന്നത് വളരെ സ്പഷ്ടമായി ചില വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ദൈവം യോശുവയോട് പറയുന്നുണ്ട്, അവരുടെ മധ്യത്തിൽ ഞാൻ നിന്നെ വലിയവനാക്കിക്കോളാം. അങ്ങനൊരു വാക്ക് ദൈവം പറയേണ്ട സ്ഥിതി മനസ്സറിഞ്ഞാണ് ദൈവം സംസാരിക്കുന്നത്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് രാവിലെ ദൈവം പറയുകയല്ല, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞത് ഇന്നും പറയുകയല്ല. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ മനസ്സറിഞ്ഞിടപെടുന്നവനാണ് ദൈവം. അപ്പോൾ ദൈവം ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ പുറകിലെ രഹസ്യങ്ങൾ ദൈവം അറിയും. ഇപ്പോൾ യോശുവയോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ അവരുടെ നടുവിൽ വലിയവനാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് തൊട്ടുപുറകിൽ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വാസ്തവത്തിൽ എന്തായിരിക്കും യോശുവയുടെ മനോഭാവം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവിടെ ആ പറയുന്ന വാക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എത്രാമത്തെ വാക്യം? 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും എന്ന് യോശുവയോട് ദൈവം പറയുമ്പോൾ, ഞാനിപ്പോൾ പറഞ്ഞനുസരിച്ച് മനസ്സറിഞ്ഞ് ഇടപെടുന്നൊരു ദൈവമാണെങ്കിൽ യോശുവയുടെ മനസ്സിൽ നിന്ന് എന്താ ദൈവം മനസ്സിലാക്കിയത്? യോശുവയ്ക്ക് ഒരു ആശങ്കയുണ്ട്. എന്താണ് ആശങ്ക? എൻ്റെ കൂടെ മോശ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ലീഡറായിരുന്നു. ഇസ്രായേൽ മക്കളുമായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ആശയത്തിൽ അവർ തമ്മിൽ ചില പിറുപിറുപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും
അനിഷേധ്യനായിരിക്കുന്ന ഒരു നേതാവായിരുന്നു മോശ. അദ്ദേഹത്തിന് ശേഷം വന്ന യോശുവ അവരുടെ കൂടെ സൺഡേ സ്കൂളിൽ പഠിച്ച് വളർന്ന ഒരു വിദ്യാർത്ഥിയെ പോലെയാണ്, അവരുടെ ഇടയിൽ വളർന്നു വന്ന ഒരാളാണ്, അല്ലാതെ പെട്ടെന്ന് വന്ന ഒരാളല്ല. മോശ അങ്ങനല്ല, ഒരു നേതാവായി തന്നെ മിസ്രൈമിൽ ചെന്ന് പ്രവർത്തിച്ച് പുറത്തു കൊണ്ടുവന്നതാണ്. മറ്റേ യോശുവ ഈ ഇരിക്കുന്ന മക്കളെ പോലെ അവരുടെ ഇടയിൽ വളർന്നു വന്നതാണ്, സമപ്രായക്കാർ. അപ്പം നമ്മുടെ ഇടയിൽ സൺഡേ സ്കൂളിൽ പഠിച്ച് വന്ന ഒരാൾ നമ്മുടെ PMG ചർച്ചിൻ്റെ പാളയം ചർച്ചിൻ്റെ പാസ്റ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല, അതിൻ്റേതായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അപ്പച്ചന്മാരും സീനിയർ ആയിരിക്കുന്ന ആൾക്കാരിയ്ക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ എടുത്തുകൊണ്ട് നടന്നു വന്ന് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചവരുടെ നടുവിൽ പാസ്റ്ററായി വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസം, അതുപോലത്തെ ഒരു പ്രയാസം യോശുവയ്ക്ക് ഇപ്പോഴുണ്ട്. അതുകൊണ്ടാണ് ദൈവം യോശുവയോട് പറഞ്ഞത്, പേടിക്കണ്ട, ഞാൻ മോശയോട് കൂടെ, ആ വാക്ക് നിങ്ങളൊന്നുകൂടെ നോക്കി, മോശയോട് കൂടെ ഇരുന്നത് പോലെ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് ഇസ്രായേൽ അറിയേണ്ടതിന്. അതിനർത്ഥം എന്താ? യോശുവയുടെ ചങ്കിടിപ്പ് ഇവർക്ക്, ഈ ഇരിക്കുന്ന ആളുകൾക്ക്, ഞാനിപ്പോൾ ദൈവം പറഞ്ഞൊരു പദവി നിൽക്കാൻ തയ്യാറാണ്, പക്ഷെ അവരെന്നെ ഉൾക്കൊള്ളുമോ, അവരെന്നെ മനസ്സിലാക്കുമോ? മോശയുടെ കൂടെ ദൈവം ഇരുന്നത് പോലെ എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ഇവർക്കെങ്ങനെ പിടികിട്ടും? ഇത് ഒരു പ്രാർത്ഥന റിക്വസ്റ്റായിട്ടൊന്നും യോശുവ പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ഉള്ളിലെ ചങ്കിടിപ്പറയുന്നൊരു ദൈവമാണ്. ഞാനിന്ന് തുടക്കത്തിൽ ഇത് പറഞ്ഞ് ദൈവവചനത്തിലേക്ക് ഇറക്കാൻ തുടങ്ങുമ്പോൾ ഇത്രയും പേരുള്ളെങ്കിലും ഞാൻ ദൈവാത്മാവിൽ തിരിച്ചറിയുന്നു, ഇതിവിടെ പറയാൻ കാരണം നമ്മുടെ മനസ്സറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. ഇത്രയും ദിവസം പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ടും നമ്മുടെ വിഷയത്തിനകത്ത് ദൈവമായ കർത്താവ് ഒരുപക്ഷെ നമ്മൾ എഴുതി കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തെ ഭാരം അറിഞ്ഞിടപെടാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണെന്ന് നിങ്ങൾ അതിര് കടന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഭാരം ദൈവം എടുത്തു കളയും. ആ ബുദ്ധിമുട്ട് തീർക്കാനുള്ള സൊല്യൂഷൻ ദൈവം ഉണ്ടാക്കും. അപ്പോൾ അവിടെ പറയുന്നു, നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാൻ ഉണ്ടെന്നുള്ള കാര്യം, നിന്റെ ആശങ്ക അതല്ലേ, അവർക്ക് മനസ്സിലായാൽ പോരെ, അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കാര്യം നീയല്ല, ഞാൻ ഏറ്റു. എന്നിട്ട് അടുത്ത വാചകത്തിൽ പറയുന്നത്, ഞാൻ നിന്നെ അവരുടെ മധ്യത്തിൽ വലിയവനാക്കാൻ തുടങ്ങും. ഒന്നുകൂടെ നോക്കി, അങ്ങനെ തന്നെയാണോ എന്ന്. ഇപ്പം ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പദങ്ങളെയൊക്കെ ടെൻസ് അനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ പ്രയോഗം അനുസരിച്ച് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം എന്താ? യോശുവ അവരുടെ നടുവിൽ ആരല്ല, വലിയവനാണെങ്കിൽ പിന്നെ അങ്ങനെ ആക്കേണ്ട കാര്യമുണ്ട്. അവരുടെ കൺസെപ്റ്റ്, അവരുടെ ചിന്താഗതിക്കകത്ത് യോശുവ എന്നയാൾ വലിയൊരു പുള്ളിയല്ല. അവരുടെ കണ്ണിനകത്ത് വലിയൊരു ഒരു സീരിയസ് ആയിരിക്കുന്ന ഒരു പേഴ്സൺ, ഒരു നേതൃത്വത്തിൽ വരാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ ഫിസിക്കലല്ല, അങ്ങനെയുള്ളൊരു കരുത്തുള്ള ആളല്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവം പറയുന്നു, നീ പേടിക്കണ്ട, അവരുടെ നടുവിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള തെളിവും നിന്നെ അവരുടെ മധ്യത്തിൽ ഇന്നു മുതൽ വലിയവനാക്കിക്കോളാം. അപ്പോൾ ആ കാര്യത്തിൻ്റെ ആശങ്ക തീർത്ത് ദൈവം പറയുന്നത്, നീ വലിയവനല്ലെന്നറിയാം, പക്ഷെ നിന്നെ ഞാൻ വലിയവനാക്കാൻ തുടങ്ങുകയാണ്. സ്തോത്രം. എങ്ങനെയാണ് ദൈവം ഒരു ആളെ വലിയവനാക്കുന്നത്? പണം തന്ന്, കാശ് തന്നൊക്കെ, അത് ഒരു ഭൗതിക തലം. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി ആത്മീകമാണ്. ആത്മീക തലത്തിൽ ഒരു ദൈവദാസൻ എങ്ങനെ വലിയവനാകുന്നത്? പച്ചയ്ക്ക് ആ വാക്ക് നമുക്ക് ചിന്തിക്കാം. എങ്ങനെ ഒരു ദൈവദാസി, ഒരു പ്രാർത്ഥനക്കാരൻ, ഒരു ചർച്ച് മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ എങ്ങനെ വലിയവനാകുന്നത്? സ്തോത്രം. കുറേ നാൾ നടന്നുമ്പോൾ ആരെങ്കിലും കുറച്ച് പൈസ തന്നൊരു വീട് വെച്ചതോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊരു ഫ്ലാറ്റ് മേടിക്കുമ്പോഴൊക്കെ പഴയതുപോലെ അല്ലെന്ന നിലവാരത്തിൽ വരുമ്പോഴല്ല. ഞാൻ നിങ്ങളോട് പറയാം, ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ, ഒരു ദൈവപൈതൽ ദൈവത്തിൻ്റെ കൺസെപ്റ്റിൽ വലിയവനാകുന്നത് ദൈവപ്രവർത്തികളിൽ അവനിലൂടെ നടക്കണം. അങ്ങനെയാണോ? സ്തോത്രം. അങ്ങനെയാണോ? അല്ലെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിപ്പിക്കുന്നു, നമ്മൾ പരമ്പരാഗതമായിട്ട് ഇച്ചിരി കഴിവും ജ്ഞാനവും 3-4 ഭാഷയും ഒക്കെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ വലിയവനാകുമെന്ന് വിചാരിക്കരുത്. ദൈവം ഒരുവനെ വലിയവനാക്കുന്നത്, സ്തോത്രം, ആളുകളുടെ ഇടയിൽ അംഗീകരിക്കപ്പെടുന്നത്, ദൈവം ചില കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാനിടയാകും. അപ്പോൾ ചിലപ്പോൾ ചില വിഷയങ്ങൾ നമുക്ക് ടെൻഷൻ ഉള്ളത്, നമുക്ക് ഭാരമുള്ളത്, നമുക്ക് മാനുഷികമായിട്ട് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്, നമുക്കിങ്ങനെ പറ്റിയല്ലോ, നമ്മൾ ഇതിനകത്ത് വന്ന് വീണല്ലോ എന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ മുമ്പിൽ ഇടുന്ന എന്തിനാണെന്നറിയാമോ? സ്വർഗസ്ഥനായ ദൈവത്തിന് നിന്നെ വലിയവനാക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു കോണിപ്പടിയായിരിക്കും അത്.
അങ്ങനെ വിശ്വസിക്കാൻ നമ്മുടെ മനസ്സ്. എന്തുകൊണ്ടോ ഞാൻ ഇത്രയൊന്നും വിശദീകരിക്കാൻ നിന്നതല്ല. 3:9 വായിച്ച് 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ കർത്താവ് തൻ്റെ പശ്ചാത്തലങ്ങൾ പറയുന്നത്, ചിലരെ ദൈവിക ശുശ്രൂഷയിലൂടെ വലിയവരാക്കാൻ ഇന്നും ദൈവത്തിന് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. അതിനിന്ന് ഇവിടെ വന്നിരിക്കുന്ന ചെറിയൊരു ടീമാണെങ്കിലും പ്രായവ്യത്യാസമില്ലാതെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിന്റെ വിശ്വാസം വലുതാണെന്ന് നീ കണ്ടെത്തിയ ദൈവം വലിയവനാണെന്ന്, നീ ഇറങ്ങിത്തിരിച്ച മാർഗം വലിയതാണെന്ന്, നിന്റെ പ്രാർത്ഥന വലിയതാണെന്ന് നിന്റെ സമപ്രായക്കാരുടെയും വീട്ടുകാരുടെ ഇടയിൽ തെളിയിക്കാൻ സ്വർഗസ്ഥനായ ദൈവം വെക്കുന്ന ചില സ്തോത്രം മുമ്പിൽ വെക്കുന്ന ചില എന്താ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, സ്തോത്രം, ഹല്ലേലൂയ, ചില ബുദ്ധിമുട്ടുകൾ കണ്ടേക്കാം. അതെന്തിനാണെന്നറിയാമോ? നിന്നെ വലിയവനാക്കാനാണ്. വാസ്തവത്തിൽ യോശുവയെ ജനം അംഗീകരിക്കുന്നത് ഈ യോർദാൻ പിളർന്നതിന് ശേഷമാണ്. കാരണം അവർക്ക് മനസ്സിലായി പ്രശ്നങ്ങൾ വന്നാൽ കൈകാര്യം ചെയ്യാനുള്ളൊരു കരുത്ത് ഇവനുണ്ടെന്ന് മനസ്സിലായത്. സ്തോത്രം, അദ്ദേഹത്തിൻ്റെ ബ്രോഷറിലോ വിസിറ്റിംഗ് കാർഡിലോ അടിച്ചു വെച്ചത് കൊണ്ടല്ല, ഒരു പ്രശ്നം കൈകാര്യം ചെയ്തത് കൊണ്ടാണ്. ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ദൈവം തരുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചിലത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ പിള്ളേർക്കെങ്കിലും മനസ്സിലാകണം. സ്തോത്രം, മനസ്സിലായോ? മമ്മി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് മക്കൾ പറയത്തക്ക രീതിയിൽ വരണമെങ്കിൽ എന്താ വേണം? മമ്മിയുടെ പ്രാർത്ഥനയ്ക്കകത്ത് ശക്തിയുണ്ടെന്ന് അവർക്ക് മനസ്സിലാകണം. അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കവരെ, മമ്മി ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്താ ഉണ്ടായെന്ന് ചോദിപ്പിക്കരുത്. തിരിച്ച് പ്രാർത്ഥിക്കണം. ചില വിഷയങ്ങൾ കിടക്കുന്നത് പ്രാർത്ഥിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഇന്ന് ദൈവം എന്നോട് പറയാവുന്നത്, എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്, ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ദൈവമായ കർത്താവ് നമ്മൾ ചിലർക്ക് തരും. അത് ഇവിടെ വന്നിരിക്കുന്ന എത്ര പേർ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്ന എനിക്കറിയില്ല. ഒരു നല്ല പ്രസംഗം ഇന്ന് കേൾക്കുന്നതിനേക്കാൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചില കാര്യങ്ങൾ എൻ്റെ വീട്ടിലെ ആണെങ്കിലും എൻ്റെ കൂട്ടായ്മയ്ക്കകത്താണെങ്കിലും എൻ്റെ ഒരു കൂട്ടുകാരൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെയോ ആരുടെയും ആകട്ടെ, അവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് കൃപയായിട്ടോ വരമായിട്ടോ ദൈവം നമുക്കിന്ന് പകൽക്കാലം തരാൻ സ്വർഗം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ അതിര് കടന്ന ഒരു ആത്മ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി, അത് സ്വീകരിക്കാൻ വേണ്ടി ദൈവത്തെ എങ്ങനെ ബഹുമാനത്തോടെ പ്രതികരിക്കാമോ അതുപോലെ ആത്മ സാന്നിധ്യത്തോട് പ്രതികരിച്ച ദൈവസന്നിധിയിലിരിക്കുക. ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്തെങ്കിലേ നിന്റെ അഭിഷേകം പുറത്തു വരികയുള്ളൂ, നിന്റെ വിളി പുറത്തു വരികയുള്ളൂ, നിന്റെ നിയോഗം പുറത്തു വരികയുള്ളൂ. അത് തന്നെ മനസ്സിലിട്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ ചോദിക്കുന്നു, കൈകാര്യം ചെയ്യപ്പെടേണ്ട ചില വിഷയങ്ങൾ നിങ്ങളുടെ വീട്ടിലില്ലേ? ദൈവത്തിന്റെ ആത്മാവിൽ കൈകാര്യം ചെയ്യേണ്ട ചില വിഷയങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്തില്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലില്ലേ? ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് ചോദിക്കണം. അത് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ഫോൺ നമ്പർ അല്ല അന്വേഷിക്കേണ്ടത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ, ഈ യോഗത്തിൽ ദൈവം അതിന്റെ കൃപ എനിക്ക് തരണം. ഗ്ലോറി ബാദാലബ ശന്ദരാദര റിഗദര ജലബ ശഖാനയാദലബ ശന്ദന ജനദന. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇത് വായിക്കുമ്പോൾ, ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ ഈ പറയുന്ന ഒന്നോടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശലോമോനെ കുറിച്ച് വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. 1 രാജാക്കന്മാർ 4:1. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 1 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: അങ്ങനെ ശലോമോൻ രാജാവ് എല്ലാ ഇസ്രായേലിനും രാജാവായി. നോക്കണേ, സ്തോത്രം. ആ വാക്കുകൾ സാധാരണ രീതിയിൽ ധൃതി പിടിച്ച് രാവിലെ ജോലിക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഒരു അധ്യായം വായിച്ചിട്ട്, ബൈബിൾ വായിച്ചിട്ട് പോകണമെന്നുള്ള മൂഡിൽ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കിതൊന്നും ശ്രദ്ധയിൽപ്പെടുകയില്ല. കാരണം അന്ന് ധൃതി പിടിച്ച് നമ്മൾ എല്ലാ ദിവസവും ഒരു അധ്യായം വായിച്ചിട്ട് കിടക്കാനോ വായിച്ചിട്ട് പോകാനോ ആഗ്രഹിക്കുമ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ശ്രദ്ധയോടെ ഒരു നിരീക്ഷണ മനസ്സോടുകൂടി ബൈബിൾ വായിക്കുമ്പോൾ ഈ വാക്യത്തിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് സംശയാസ്പദമായിട്ടൊരു ക്യൂരിയോസിറ്റി ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഒന്നാമത് തന്നെ ആ വാക്ക് തുടങ്ങുന്ന അങ്ങനെയെന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണെന്നൊരു ചോദ്യം ഉണ്ടാവത്തില്ലേ? അവ നമ്മൾ പുറകോട്ട് പഠിക്കേണ്ടി വരും, എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ. അപ്പോൾ ഏതോ ഒരു ഇൻസിഡൻറ്റിലൂടെയാണ് ശലോമോൻ, ഈ വാക്യമനുസരിച്ച് ശലോമോൻ രാജാവ് എല്ലാ ഇസ്രായേലിനും രാജാവായത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്ന് വേണം ഒറ്റ വാക്കിൽ പ്രഥമ ദൃഷ്ടിയ ഒരു അന്വേഷണ മനോഭാവമുള്ള മനുഷ്യനാണ് നമ്മളെങ്കിൽ നമ്മളത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ചില പറയാം നമ്മൾ മലയാളികൾ അതിന് വിദഗ്ധരാണെന്നാണ് പൊതുവിൽ കേൾക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ചില ആളുടെ വർത്തമാനം കേൾക്കുമ്പോഴേ നമുക്ക് പിടികിട്ടും എന്തോ പ്രശ്നമുണ്ടെന്ന്, അല്ലേ?
ചില സംസാരം കേൾക്കുമ്പോഴേ പറയും, നമ്മൾ വീട്ടിൽ ചെന്ന് പറയും, ഫോൺ ചെയ്ത് കേട്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നതെന്ന്. അത്ര മിടുക്കരാണ് നമ്മൾ. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ മാത്രം അത് ആ ടെൻഡൻസി നമുക്ക് ഇല്ലാതെ പോകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ലേ അങ്ങനൊരു തോന്നൽ? കാരണം എന്താ? ശലോമോൻ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും രാജാവായതാ. ദൈവം പറഞ്ഞിട്ട് രാജാവായതാ. ദാവീദിനോട് അങ്ങനെ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ പുറകിലെ പ്രശ്നം, ശലോമോൻ ഈ യോശുവയുടെ കാര്യം പറഞ്ഞതുപോലെ ദാവീദിൻ്റെ വീട്ടിൽ 19 മക്കളാണ്. ദാവീദിന് 19 മക്കളുണ്ട്. ബൈബിളിനകത്തുണ്ട് എല്ലാവരെ കുറിച്ചും കേട്ടോ. 8 ഭാര്യമാരിൽ 19 മക്കളുണ്ട് അദ്ദേഹത്തിന്. ദിനവൃത്താന്ത പുസ്തകം 3-ലാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഈ പറയുന്നൊന്നും ഞാനങ്ങ് തയ്യാറായിട്ടല്ല, മൈൻഡിൽ പോലും സെറ്റ് ചെയ്തല്ല വന്നത്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തരുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് ഞാനൊരു വാക്യം വായിക്കാൻ ഒരുങ്ങിയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഓർമ്മയെന്നാണ് പറയുന്നത് ആ കാര്യങ്ങളൊക്കെ. അവിടെയുണ്ട് 8 ഭാര്യമാരിൽ 19 മക്കളാണ്. ഈ 19 മക്കളിൽ കരുത്തരായ ചിലരുണ്ട്. അവരെല്ലാവരും രാജാവാകാൻ വേണ്ടി കൊതിച്ചിരുന്നവരാണ്. അബ്ശാലോം ദാവീദ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ കൊതിക്കുക മാത്രമല്ല, കുതന്ത്രങ്ങൾ എന്ന് പറഞ്ഞ പോലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്ത് ലാസ്റ്റ് ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് വിധേയപ്പെട്ട് അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. നല്ല പ്രായത്തിൽ. ഏറ്റവും നല്ല മോനായിരുന്നു അബ്ശാലോം. നല്ല സൗന്ദര്യം കൊണ്ടും പേഴ്സണാലിറ്റി കൊണ്ടല്ല. പക്ഷേ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവഹിതമില്ലാത്ത നിലവാരത്തിൽ രാജ്യത്വത്തിന് വേണ്ടി അഹീതോപേലിൻ്റെ തന്ത്രങ്ങൾക്ക് വിധേയപ്പെട്ട് ദാവീദിനെ കരയിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട്, അങ്ങനെ സ്തോത്രം ഒലിവുമലയിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നടപടിയെടുത്ത് അഹീതോപേൽ കെട്ടിത്തൂക്കിച്ചത്തു. അബ്ശാലോം കുതിരപ്പുറത്ത് പോകുമ്പോൾ തലമുടി കരുവേലകത്തിൽ കുരുങ്ങി മരിച്ചു. അങ്ങനെ ട്രാജഡിയായ വലിയ വലിയ സംഭവങ്ങൾ. ഈ ദൈവം എന്ന് പറയുന്നത് നമ്മളൊരു ഐതിഹ്യ കഥയിലാണെന്ന് വിചാരിക്കരുത്. റിയൽ. ഇന്നും കണ്ണുനീരിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവനാ ദൈവം. നീതിയോടെ പ്രവർത്തിക്കുന്നവനാ ദൈവം. സ്തോത്രം. അപ്പോൾ അത് വാസ്തവത്തിൽ ഒരു കുടുംബത്തിന്, ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ചരിത്രമാണ് ദാവീദിൻ്റെ ചരിത്രം. സ്തോത്രം. അദോനിയാവ് എന്ന് പറയുന്ന ഒരു മോനുണ്ടായിരുന്നു. രാജാവാകാൻ വേണ്ടി ഭയങ്കരമായ പ്രതീക്ഷയോടെ ഇരുന്നത്. അതായത് ഇവിടെ തന്നെ എവിടെയോ കാണും. സ്തോത്രം. ഞാൻ ഏതൊക്കെയാലും ആ ഭാഗത്തേക്ക് ദൈവം വിരൽ ചൂണ്ടുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞ് കേൾപ്പിക്കാം. എത്രാം അധ്യായം? 1 രാജാക്കന്മാർ 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഞാൻ വായിക്കാം. നിങ്ങൾ കേട്ടോ. നിങ്ങൾ ബൈബിൾ നിവർത്തി. നിങ്ങൾ മാക്സിമം ഫ്രീ ആയിരുന്നു കേട്ടോ. ഞാൻ പണിയെല്ലാം ചെയ്തോളാം. സ്തോത്രം. വായിക്കുകയോ എന്തെങ്കിലും ചെയ്തോളാം. അത്യാവശ്യം വായിക്കേണ്ട വന്നാൽ നിങ്ങൾ വായിച്ചാൽ മതി. ആ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളെ ബൈബിളിലേക്ക് നോക്കിയാൽ മതി. 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ശലോമോൻ തൻ്റെ അപ്പനായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു. അപ്പോൾ വാസ്തവത്തിൽ ആ വാക്യത്തിൽ എന്ത് നടന്നു? രാജാവായല്ലോ. പിന്നെ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിനകത്ത് അങ്ങനെ എല്ലാ ഇസ്രായേലിനും രാജാവായി എന്ന് പറയുമ്പോൾ അതാ പറഞ്ഞത്, നമുക്ക് ചില കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി തെളിയിക്കേണ്ടതുണ്ട്. ബൈബിളിൽ ചുമ്മാ വായിച്ചു വിട്ടാൽ കാര്യങ്ങൾ തെളിയില്ല. അങ്ങനെ തെളിയിക്കുമ്പോഴാണ് നമുക്കുള്ള ദൂത് തെളിഞ്ഞു വരുന്നത്. അതല്ലെങ്കിൽ സൺഡേ സ്കൂൾ ലെവലിൽ നമ്മൾ പഠിച്ചു പോകുന്നുള്ളൂ. നമ്മളിതിനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഇതിനകത്ത് കിടക്കുന്ന മർമ്മങ്ങൾ, രഹസ്യങ്ങൾ, അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരുന്നത്. ഈ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിനകത്ത് അപ്പന്റെ സിംഹാസനത്തിലിരുന്നു. അപ്പൻ മരിച്ചു. പകരം രാജാവായി സിംഹാസനത്തിലിരുന്നു. അടുത്തത്, അവന്റെ രാജ്യത്വം ഏറ്റവും സ്ഥിരവുമായിരുന്നു. എന്നാൽ ഹഗ്ഗീത്തിന്റെ മകനായ, ഹഗ്ഗീത്ത് ദാവീദിന്റെ മറ്റൊരു ഭാര്യ, 8 ഭാര്യമാരിൽ പലരുണ്ടല്ലോ, അതിനകത്തൊരു ഭാര്യ, മകനായ അദോനിയാവ് ശലോമോന്റെ അമ്മയായ ബത്ശേബയെ ചെന്ന് കണ്ടു. നിന്റെ വരവ് ശുഭമോ എന്ന് അവൾ ചോദിച്ചതിന് ശുഭം തന്നെ എന്ന് അവൻ പറഞ്ഞു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് അവൻ പറഞ്ഞു. പറക എന്നവൾ പറഞ്ഞു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, രാജ്യത്വം എനിക്കുള്ളതായിരുന്നു. ഞാൻ വാഴേണ്ടതിന് ഇസ്രായേലൊക്കെയും പ്രതീക്ഷിച്ചിരുന്നു എന്ന് നീ അറിയുന്നല്ലോ. എന്നാൽ ആ വാക്ക് കണ്ടോ, രാജ്യത്വം മറിഞ്ഞ് എൻ്റെ സഹോദരനായിപ്പോയി. അദോനിയാവ് ദാവീദിൻ്റെ മോനാണ്. നമ്മുടെ നാട്ടിൽ പറയില്ലേ എക്സിറ്റ് പോൾ എന്ന് പറയില്ലേ, ഇലക്ഷനൊക്കെ മുമ്പ് എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മൾ വോട്ടെടുപ്പിന് മുമ്പേ ഇവിടുത്തെ പത്രക്കാരും ചാനലുകാരും കൂടി ഒരു ഇലക്ഷൻ അങ്ങ് പ്രഖ്യാപിക്കും. അവർ തന്നെ റിസൾട്ട് പറയാനാണ് എക്സിറ്റ് പോൾ. അവർ പറയും ഇന്ന പാർട്ടിക്ക് ഇത്ര വോട്ട് കിട്ടും, ഇന്നവരൊക്കെ ആയിരിക്കും ഇന്നവർ ഭരിക്കും. ചിലതൊക്കെ ഒക്കും, ചിലതൊക്കെ ചീറ്റിപ്പോവും. സ്വത്രം. ഇവിടെ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇസ്രായേലിലെ അപ്പൻ വയസ്സനായി കിടക്കുകയാണ്, മരണത്തോടടുക്കുകയാണ്. അപ്പോൾ നാട്ടിൽ മുഴുവൻ ചർച്ചയാണ്, ഇനി ആരായിരിക്കും രാജാവ്. എല്ലാവരും മിടുക്കന്മാരാണ്. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് എക്സിറ്റ് പോൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, അതിനകത്ത് ഈ അദോനിയാവ് പറയുന്ന വാക്കനുസരിച്ച് പറഞ്ഞു കേട്ടോ, എല്ലാ ഇസ്രായേലും ഞാൻ രാജാവ് ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് നീ അറിയുന്നല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എൻ്റെ തോന്നലല്ല, ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നതാണ് അപ്പൻ മരിച്ചാൽ പിന്നെ യോഗ്യതയുള്ള കഴിവുള്ള അടുത്ത നേതാവ് അദോനിയാവാണ്. അതെല്ലാവർക്കും അറിയാം. ബേർഷേബയോട് പറയുകയാണ്, സ്വത്രം, നിങ്ങൾക്കറിയാലോ
പക്ഷെ എന്തോ സംഭവിച്ചു? ആ വാക്കിൽ പറയുന്നു, രാത്രിക്ക് രാത്രി രാജ്യത്വം മറിഞ്ഞു എന്നുമല്ല പറയേണ്ടത്, ദൈവം മറിച്ചു എന്ന് വേണം പറയാൻ. സ്തോത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും വേണ്ടി ഞാൻ എങ്ങനെ പറയാം? സ്തോത്രം. പ്രതീക്ഷ ഒരുപക്ഷെ മറ്റു പലർക്കുമായിരിക്കാം, പക്ഷെ നമ്മുടെ ദൈവം രാത്രി പ്രതീക്ഷകളെ മറിച്ച് കാര്യം നടത്തുന്നവനാണ്. ഒരു രാജ്യത്തിലെ മുഴുവൻ ആളുകൾ അദോനിയാവായിരിക്കും രാജാവെന്ന് പ്രതീക്ഷിച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. സ്തോത്രം. അവനായിരിക്കുമെന്നോർത്ത് സ്തോത്രം എന്താ പറയുക, സ്ഥാനാർത്ഥിത്വമല്ല, വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പടക്കം പൊട്ടിക്കാൻ വരെ മേടിച്ചു വെച്ചവരുണ്ടായിരിക്കാം. പക്ഷേ രാത്രി സ്വർഗസ്ഥനായ ദൈവം ഒരു പ്രതീക്ഷയില്ലാത്ത, ദാവീദിന്റെ മക്കളിൽ ഏറ്റവും ബാലകനായിരുന്ന, ഒരു പ്രതീക്ഷയില്ലാത്ത, അംഗീകരിക്കപ്പെടാത്ത ശലോമോനെ രാജാവാക്കി. ഹല്ലേലൂയ. ഞാൻ എന്തിനാണെന്ന് പകൽ ഇവിടെ പറയുന്നത്? ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ആശങ്കകൾ മാറിയിട്ട്, സാധ്യതകൾ ആർക്കാണെങ്കിലും അതൊക്കെ മാറ്റിയിട്ട് വേണമെങ്കിൽ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ തലമുറയിലേക്ക് സാധ്യത കൊണ്ടുവരാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഈ മാർഗത്തിൽ വാഗ്ദത്തത്തിനും ദൈവഹിതത്തിനുമാണ് പ്രാധാന്യം, ഭൂരിപക്ഷത്തിനല്ല, കഴിവിനും കൈക്കരുത്തിനുമല്ല, ബുദ്ധിക്കും ജ്ഞാനത്തിനും തന്ത്രത്തിനുമല്ല, പിന്നെയോ ദൈവത്തിന്റെ പ്രസാദത്തിനാണ്. അത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ഈ ഹോളിനകത്തെ മൂകതകൾ മാറിപ്പോട്ടെ, മനസ്സിനകത്ത് ദൈവകൃപ വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അങ്ങനെ ജലതിവിടെ സംഭവിക്കട്ടെ. കർത്താവ്, ഇത് ദൈവം നമ്മോട് പറയുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വാക്കുകളായി കരുതട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷയായി ദൈവസന്നിധി നിങ്ങൾ മനസ്സിലാക്കി കരുത്. കാരണം കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ് സഭയുടെ പുൽപ്പിറ്റിൽ പറയുന്നത്. പരിശുദ്ധാത്മാവിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ സ്തോത്രം. അതല്ല യാത്രാ വിവരണങ്ങൾ അതും ഇതൊക്കെ പറയുന്നതെങ്കിൽ ആ ഒരു ദിവസം പോയി കിട്ടുമെന്നുള്ളൂ. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു നമ്മെക്കുറിച്ചുള്ള ദൈവഹിതമാണ്. നമ്മളിൽ ആരൊക്കെയുള്ള ആശങ്കയാണ്, ഒരു പ്രതീക്ഷയില്ല. നമ്മുടെ മക്കളെക്കാൾ ഞാൻ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കുക, മിടുക്കന്മാരായിരിക്കുന്ന പലരും കണ്ടേക്കാം, അവർക്ക് 99% മാർക്ക് കിട്ടിക്കാണും. നമ്മുടെ കൊച്ചിന് പ്രതീക്ഷ പോലെ കിട്ടിക്കാണിയല്ല. ഒരുപക്ഷെ ഒരു അഡ്മിഷൻ ഫോം ഫില്ലപ്പ് ചെയ്യാൻ പോലുള്ള കഴിവും കപ്പാസിറ്റിയും എലിജിബിലിറ്റി ഉണ്ടായിരിക്കുകയല്ല. പക്ഷെ കർത്താവിൻ്റെ ഒരു പരിപാടിയുണ്ട്. കർത്താവ് ചില കാര്യങ്ങൾ മറിക്കുന്നവനാണ്. സ്തോത്ര. ഹല്ലേലൂയ. ചില മറിപ്പുകൾ ദൈവം നടത്തും. അങ്ങനെയല്ല അദോനിയാവ് പറഞ്ഞത്. എങ്ങനെയാണെന്നറിയില്ല അമ്മാമ്മേ, ഞാനായിരുന്നു ആവേണ്ടത്, പിന്നെ അവനായിപ്പോയി എന്നല്ലല്ലോ. കൃത്യമായൊരു വാക്ക് അവിടെ ഉപയോഗിച്ചു. ആ വാക്കാണ് രാജ്യത്വം. സ്തോത്രം. മറിഞ്ഞു. വാക്ക് കണ്ടോ? ശരിക്കും ഒരു പൊളിറ്റിക്കൽ ടെർമിനോളജി തന്നെയാണ് ഉപയോഗിച്ചെന്ന് പറയാം. ശരിക്കും ആ വാക്ക് എന്താ പറയുക, മറിഞ്ഞതല്ല. അവിടെ വേറെ ആരും ഒന്നും ചെയ്യാനില്ലല്ലോ, ദൈവം മറിച്ചതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ദൈവത്തോട് ദൈവപ്രസാദം ഉണ്ടാകണം. നമ്മളും ദൈവമായിട്ടൊരു അഭേദ്യ ബന്ധം ഉണ്ടാകണം. ആ ബന്ധം കീപ്പ് ചെയ്യണം. അതിന് നമ്മൾ വില കൊടുക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കണം. അതിനു വേണ്ടി നമ്മൾ നിലകൊള്ളണം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, നിശ്ചയമായും ദൈവം അവസാനത്തെ പോയിന്റിലാണ് മറിപ്പ് നടത്തുന്നത്. ആദ്യമൊക്കെ പ്രതീക്ഷ ശത്രു. ഹല്ലേലൂയ. ഞാൻ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സാധാരണ പ്രസംഗിക്കാറുണ്ട്. 4 ഘട്ടങ്ങളിൽ 3 ഘട്ടങ്ങളിലും കർത്താവിനെ ഉള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ഉയർക്കാനുള്ള സാധ്യതകൾ ലോകവും രാഷ്ട്രീയവും പിശാചും കൂടി ഇല്ലാതാക്കി ചെയ്തത്. ഇപ്പം ആദ്യത്തെ 1ാം റൗണ്ടും 2ാം റൗണ്ടും 3ാം റൗണ്ടും നോക്കിയാൽ സാധ്യത കർത്താവിനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മാർഗത്തിനോ ഇല്ല. എന്നാൽ അവസാനത്തെ ആ റൗണ്ടിലാണ് കാര്യങ്ങൾ കീഴ്മേൽ മറയാൻ തുടങ്ങിയത്. സ്തോത്ര. ഹല്ലേലൂയ. അതുപോലെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ. ഇന്ന് ഞാൻ നിങ്ങളോടും പറയാം, ലാസ്റ്റ് സമയം വരെ നമ്മൾ കരഞ്ഞ് കലങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കിയിരിക്കുമ്പോൾ അവസാനത്തെ നിമിഷത്തിൽ ദൈവമായ കർത്താവ് പ്രതീക്ഷിക്കാത്തവൻ്റെ കയ്യിലേക്ക് ബാറ്റൻ കൈമാറാൻ കഴിവുള്ളവനായ ദൈവത്തിൻ്റെ കൃപ ദൈവമക്കളുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിനകത്ത് അത് രജിസ്റ്റർ ആകട്ടെ. ദൈവാത്മാവിൽ അത് നിറവേറട്ടെ. സംഭവിക്കട്ടെ. കർത്താവ് ചെയ്യട്ടെ. ഹല്ലേലൂയ.
ശ്രദ്ധിക്കൂ, സ്തോത്രം. അപ്പോൾ അവിടെ പറഞ്ഞ വാക്ക് അദോനിയാവ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്തോത്രം, പലരും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് വരുന്നു എന്നതിനേക്കാൾ ഉപരി ചിലരെ ദൈവത്തിന് ചില നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുവാൻ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കീറാമുട്ടി പോലത്തെ ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിലോ ജീവിതത്തിലോ ഒക്കെ ഇട്ടേക്കും. അതെല്ലാം പിശാച് കൊണ്ടെന്നാന്ന് വിചാരിക്കരുത്. ചിലതൊക്കെ നമ്മുടെ ജയത്തിനും ഉയർച്ചയ്ക്കും ഉള്ളതാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ, സ്തോത്രം, വൈകി വന്നവർക്ക് വേണ്ടി പറയുകയാണ്, നമ്മളെ ദൈവം ഉയർത്തുന്നത്, ഒരു ദൈവവൈതലിനെ ഉയർത്തുന്നത് ദൈവീകമായിരിക്കുന്ന ശുശ്രൂഷകളിലൂടെയാണ്. സ്തോത്രം. അതിന് ദൈവം എന്തെങ്കിലും ഒരു കാര്യം ഇട്ടിരിക്കും. സ്തോത്രം. ഇവരൊക്കെ ഈ ബൈബിളിൽ കാണുന്ന എല്ലാവരും വലിയവരായത് ദൈവിക പ്രവൃത്തികൾ അവരിലൂടെ നടന്നതുകൊണ്ടാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ ശലോമോനെ കുറിച്ച് എഴുതിയത്, ശലോമോന് അല്ല മറ്റു പലരുമാണ് രാജാവാകുമെന്ന് വിചാരിച്ചത്. 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. അത് വായിച്ചപ്പോഴാണ് പുറകോട്ടൊന്ന് വരേണ്ട വന്നത്. സ്തോത്ര, ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ശലോമോൻ എല്ലാ ഇസ്രായേലിനും രാജാവായി. അപ്പോൾ ബാലകനായിരിക്കുന്ന ശലോമോൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് എല്ലായിടത്തും വായിച്ചാൽ നമ്മുടെ മെയിൻ സന്ദേശത്തിലേക്ക് വരാൻ പറ്റാതെ പോകുമെന്ന് എനിക്കൊരു ആശങ്ക ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം വായിക്കുന്നില്ല. ശലോമോൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചോദിച്ചു, എന്തെങ്കിലും വരം ചോദിച്ചോളാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ബാലനല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം പ്രായമൊന്നും ആയിട്ടില്ല, മെച്ചൂരിറ്റി. എന്നെയൊക്കെ ചേട്ടന്മാരും മിടുക്കന്മാരും ഉണ്ട്, മീശ മുളച്ചവരും കഴിവുള്ളവരും ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വപ്നം കണ്ടിരുന്നതല്ല. സ്തോത്രം. അപ്പൻ രാജാവാണെന്നറിയാം. ഞാൻ രാജ്യഭരണ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല, ഞാനത് ഉന്നം വെച്ചിട്ടില്ല. കാരണം ഒരു അധികാരമോഹം എൻ്റെ അകത്തില്ലായിരുന്നു, കസേരക്കൊതി ഇല്ലായിരുന്നു. സ്തോത്രം. പക്ഷേ ദൈവഹിതപ്രകാരം അങ്ങനെ ആക്കി തീർത്തപ്പോൾ ഈ പ്രായവും പക്വതയുള്ള 18 പേര് മുമ്പിൽ നിൽക്കുമ്പോൾ അവരെ മാറ്റിക്കൊണ്ട് ഏറ്റവും ബാലനായ ഇദ്ദേഹത്തെ രാജാവാക്കി ദൈവം. പക്ഷെ അത് ജനം ദൈവമാക്കിയാലും ജനം അംഗീകരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അവിടെയാണ് നമ്മുടെ പലപ്പോഴും പ്രശ്നം, കോൺട്രഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ പ്രതിസന്ധി കിടക്കുന്നത്. പല കാര്യത്തിനും ദൈവമാക്കും, പക്ഷേ ജനത്തെ കൊണ്ട് അംഗീകരിപ്പിക്കണം. അതോടെ കിട്ടിയെങ്കിലേ സ്തോത്രം നമുക്ക് ഒരു സ്വസ്ഥതയോടെ പോകാൻ പറ്റുള്ളൂ. അപ്പം അതിന് ദൈവം തന്നെ ചെയ്യുന്ന ചില പദ്ധതിയുണ്ട്. ദൈവം ചില കാര്യങ്ങൾ പിടിച്ചിട്ടിരിക്കും ജനത്തെ കൊണ്ട് അംഗീകരിപ്പിപ്പാൻ. അപ്പം ശലോമോൻ രാജാവായി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചവൻ അപ്പൻ്റെ സിംഹാസനത്തിൽ ഇരുന്നെങ്കിലും പലരും മനസ്സുകൊണ്ട് പറഞ്ഞു, ഇപ്പം കാണാം പക്വതയില്ലാത്ത, കഴിവില്ലാത്ത ഈ ചെറുക്കനെ പിടിച്ച്. അവർക്കറിയില്ലല്ലോ രാത്രി ദൈവം വന്ന് ദാവീദിൻ്റെ മുറിയിൽ വന്നിട്ട് പറഞ്ഞത്. ദൈവം പറഞ്ഞു, നിനക്കൊരു സന്തതി ജനിക്കും, അവൻ നിനക്ക് മകനായിരിക്കും, എനിക്ക് പുത്രനായിരിക്കും, അവനായിരിക്കും രാജാവാകേണ്ടത് എന്ന് ദൈവം പറഞ്ഞു. അത് വേറെ ആരും കേട്ടിട്ടില്ല. വയസ്സാം കാലത്ത് മരിക്കുന്നതിനേക്കാൾ മുമ്പ് ആ പ്രായത്തിൻ്റെ ആധിക്യത്തിനകത്ത് അപ്പൻ ചെയ്തിട്ട് പോയ ഒരു പോഷത്വമാണ് എന്നാണ് വീട്ടിലുള്ളവരും ബാക്കിയുള്ളവരൊക്കെ അംഗീകരിച്ചത്, മനസ്സിലാക്കിയത്. അതുകൊണ്ട് കിരീടം തലയിൽ വെച്ചെങ്കിലും രാജ്യത്വത്തെ പലരും അംഗീകരിച്ചില്ല. സ്തോത്രം. രാജ്യത്വത്തെ പലരും അംഗീകരിച്ചില്ല. രാജാവെന്ന് വിളിക്കാൻ പോലും ചിലപ്പോൾ മനസ്സ് ഉണ്ടായിന്നിരിക്കുകയില്ല. സ്തോത്രം. മനസ്സുണ്ടായിന്നിരിക്കുകയില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 4:1 വായിക്കുന്നു, കുറച്ചു പേരല്ല, ആ വാക്കൊന്നോടെ വായിച്ചേ, ശലോമോൻ എല്ലാ ഇസ്രായേലിനും രാജാവായി എന്ന് പറയുമ്പോൾ എല്ലാവരും സമ്മതിക്കേണ്ടി വന്നു, അവൻ തന്നെയാ രാജാവ്. ദൈവത്തിന് തെറ്റുപറ്റിയില്ല, ദാവീദിന് തെറ്റുപറ്റിയില്ല. ഇതാ ശരിയെന്ന് അല്പം 2 അധ്യായം കഴിഞ്ഞിട്ടാണെങ്കിലും ദൈവം തെളിയിച്ചു. അതെങ്ങനെ തെളിയിച്ചെന്നറിയാമോ? ശലോമോൻ അധികാരത്തിൽ വന്നിട്ട് ആദ്യം, അന്ന് കോടതി എന്ന് പറയുന്ന ഇന്നത്തെ പോലെ വേറെ ഇല്ല, രാജകൊട്ടാരത്തിൽ തന്നെയാണ് വിഷയങ്ങൾ തീരുന്നത്. സ്തോത്രം. പഴയ ബാലരമ കഥയിലൊക്കെ വായിച്ചിട്ടില്ല, അവിടെ പ്രത്യേകിച്ച് കോടതിയും ജഡ്ജിയൊന്നുമില്ല. രാജാവിൻ്റെ മുമ്പിലാണ് അന്നത്തെ കാലത്തെ പ്രശ്നങ്ങൾ തീരുന്നത്. അപ്പോൾ രാജാവ് ശലോമോൻ എന്ന സ്തോത്രം കൗമാരം വിട്ടുപിരിഞ്ഞ് യൗവനത്തിലേക്ക് വരുന്ന ആ ചെറുപ്പക്കാരൻ രാജാവായി കഴിഞ്ഞിട്ട് ആദ്യം ആ രാജ്യത്ത് അല്ലെങ്കിൽ കൊട്ടാരത്തിൽ വരുന്ന ആദ്യത്തെ കേസ് നിങ്ങൾക്കറിയാം, വിചിത്രമായൊരു കേസാണ്. 2 അമ്മമാർ ഒരു വീട്ടിൽ താമസിച്ചിരുന്നു. സ്തോത്രം. അവർക്ക് 2 പേർക്കും ഒരേ കാലഘട്ടത്തിൽ അവർ പ്രസവിച്ച് 2 മക്കൾ ജനിച്ചു. 2 പേരെയും കണ്ട ഒരുപോലെ ഇരിക്കും. അങ്ങനെ ഒരു മുറിയിൽ താമസിക്കുമ്പോൾ അവർ 2 പേരും രാത്രി കുഞ്ഞുങ്ങളുമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഒരമ്മ ആ അമ്മയുടെ കുഞ്ഞിൻ്റെ മുകളിൽ അതീവ തീവ്രമായ ഉറക്ക നിമിത്തം കയറിക്കിടന്ന കുഞ്ഞ് മരിച്ചുപോയി. അവൾ ഉണർന്നു നോക്കിയപ്പോൾ കുഞ്ഞ് മരിച്ചു കിടക്കുന്നു. തൊട്ടപ്പുറത്തെ കട്ടിലെ കിടക്കുന്ന അമ്മയും ഭയങ്കര ഉറക്കമാണ്, പക്ഷെ കുഞ്ഞ് കളിച്ചും ചിരിച്ചും കിടക്കുക. ഈ തള്ള എന്ത് ചെയ്തു? ഈ കുഞ്ഞിനെടുത്ത്
അവളുടെ അടുക്ക കൊണ്ടിട്ട് അവളുടെ ജീവനുള്ള കുഞ്ഞിനെ എടുത്ത് ഇപ്പുറം കൊണ്ടിട്ടു. അത് ആ അമ്മ അറിഞ്ഞില്ല. ഉറക്കം വരുത്തുന്ന വിനകൾ എന്തൊക്കെയാന്ന് നോക്കി. ഈ അമ്മയുടെ കൊച്ചു മരിച്ചതുപോലെ തന്നെയല്ല, മറ്റേ അമ്മ ഒരുങ്ങിയപ്പോൾ ആ അമ്മയുടെ ജീവനുള്ള കൊച്ചിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ മരിച്ച കേസിനെ അങ്ങോട്ട് കൊടുത്തു. ഓർത്തോണം, ഇത് ആത്മീയത്തിൽ ചിന്തിച്ചാൽ, ആത്മീയത്തിൽ ഉറങ്ങിയാൽ വല്ലവൻ്റെയും ചീഞ്ഞ കേസെല്ലാം കൂടി നമ്മുടെ മണ്ടയിൽ വന്ന് വീഴും. അതുകൊണ്ട് ഇതിനകത്ത് വന്ന് ഉറങ്ങാതെ ഇരിക്കുക നല്ലത്. യോഗത്തിലാണെങ്കിലും ആത്മീയത്തിലാണെങ്കിലും. സ്തോത്രം. കാരണം വല്ല കേസൊക്കെ നമ്മുടെ മണ്ടയിൽ വന്ന് വീഴും. പിന്നെ നമ്മുടെ അതിന് ഇനി കേസിനും വഴക്കിനൊക്കെ പോകേണ്ടി വരും. പക്ഷേ ഈ വിഷയം നേരം എടുത്തപ്പോൾ പ്രശ്നമായി. അവിടെ സാക്ഷികളില്ല, തെളിയിക്കാൻ നിവൃത്തിയില്ല. രണ്ടുപേരും പറയുന്നു ജീവനുള്ള കൊച്ചെൻ്റെയാണ്. അങ്ങനെ ആദ്യത്തെ കേസ് കൊട്ടാരത്തിലേക്ക് ചെല്ലുക. ശലോമോൻ്റെ അടുക്കൽ ഈ വിഷയം വന്നു. വിഷയം വന്നപ്പോൾ കണ്ടു നിൽക്കുന്നവരെല്ലാവരും അവർ പറഞ്ഞു കാണും, ഇത്രയും ഇതിനേക്കാൾ പ്രായവും പക്വതയുള്ളവർക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ തെളിയിച്ചു കൊണ്ടുവരണ്ടേ. ഇന്നത്തെ പോലെ DNA ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത, ശാസ്ത്രം വികസിക്കാത്ത കാലത്ത് ഈ കാര്യം ഹാൻഡിൽ ചെയ്യണ്ടേ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് കൈകാര്യം ചെയ്യുന്നതിനകത്താണ് കരുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ മലയാളിയുടെ ശൈലി പറഞ്ഞ കയ്യും ചോദിച്ചോണ്ട് നിന്ന് കാണാം, ഇപ്പം കാണാമെന്നും പറഞ്ഞുകൊണ്ട്. കാരണം എന്താ, ശലോമോന് കൈകാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് അറിയണ്ടേ. അങ്ങനെ കൊണ്ടുവന്നു. അമ്മമാർ രണ്ടുപേരും കൂടി രാജാവിൻ്റെ മുമ്പിൽ കൊട്ടാരത്തിനകത്ത് കിടന്ന് വാദമായി. എൻ്റെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ശലോമോൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഒരു വാള് കൊണ്ടുവന്നിട്ട് അംഗരക്ഷകരോട് പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന പട്ടാളത്തോട് പറഞ്ഞു, രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് ഈ കുഞ്ഞിനെ രണ്ടായി പിളർന്നിട്ട് ഒരു പകുതി ഈ അമ്മയ്ക്ക് ഒരു പകുതി ഇതിനും കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, ഒറിജിനൽ ജീവനുള്ള കൊച്ചിൻ്റെ യഥാർത്ഥ അമ്മയുടെ ഉള്ളം കത്തിയിട്ടെന്ന് എഴുതിയിരിക്കുന്നത്. ഉള്ളം കത്തിയിട്ട് പറഞ്ഞു, യജമാനനെ കുഞ്ഞിനെ അവക്ക് കൊടുത്തേരെ, അതിനെ കൊല്ലണ്ട എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ ശലോമോൻ പറഞ്ഞു, അവളാണ് യഥാർത്ഥ അമ്മ. മറ്റേ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് എഴുതിയിട്ടില്ല. അങ്ങനെ 3-ാം അധ്യായം തീരുന്നത് അങ്ങനെയാണ്. 27-28 വാക്യങ്ങൾ. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്. അവൾക്ക് കൊടുപ്പീൻ, അവൾ തന്നെ അതിൻ്റെ തള്ള എന്ന് കൽപ്പിച്ചു. രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേലൊക്കെ കേട്ടിട്ട് ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന് ജ്ഞാനം രാജാവിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. അടുത്ത വാചകമാണ്, അങ്ങനെ ശലോമോൻ രാജാവ് എല്ലാ ഇസ്രായേലിനും രാജാവായി. എങ്ങനെ? ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കൈകാര്യം ചെയ്തപ്പോൾ എല്ലാവരും അംഗീകരിച്ചു, ദൈവത്തിൻ്റെ ജ്ഞാനം ഇവൻ്റെ മേലുണ്ട്. സ്തോത്രം. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, നമ്മൾ ദൈവമക്കളാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീടിൻ്റെ മതിലയിൽ എഴുതി വെച്ചാൽ ജനം അംഗീകരിക്കുകയല്ല. അത് നമ്മൾ കാര്യം കൈകാര്യം ചെയ്യുന്നതിലൂടെ തെളിയിക്കണം. അങ്ങനെ തെളിയിക്കാൻ തുടങ്ങിയാൽ ഏത് പ്രതിയോഗിയും നമുക്കെതിരെ കൊടി പിടിച്ചവരും പറയും, ഇവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ഇവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ട്, ഇവർ യഥാർത്ഥത്തിൽ ദൈവമുള്ളവരാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവൻ്റെ മേലുണ്ട്. സ്തോത്രം എന്ന് തെളിയിക്കണം. ഇതുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചാൽ പോരാ, ആരും അറിയാതെ ഉള്ളിൽ കൊണ്ട് നടന്നാലും പോരാ. ഇതെല്ലാം നമുക്ക് തരുന്നത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനാണ്. എന്തിനാണ് പരിശുദ്ധാത്മാവിനകത്ത്, എന്തിനാണ് കൃപാവരങ്ങൾ തരുന്നത്, എന്തിനാണ് അഭിഷേകം തരുന്നത്? ഈ പദങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അതൊന്നുമല്ല നമ്മുടെ വിഷയം. പക്ഷെ ഇന്ന് ഈ സമയത്ത് എവിടേക്കൊക്കെയോ ദൈവാത്മാവ് നമ്മളെ തള്ളിക്കൊണ്ടു പോവുകയാണ്. ഇതെല്ലാം വ്യത്യസ്തമായ പദങ്ങളാണ്. ഞാൻ PMGയിലെ താഴത്തെ ചർച്ചിൽ അത് പ്രസംഗിച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ 6 വാക്കുകൾ ശരിക്കും നന്നായിട്ട് ക്ലാസ് എടുത്ത് ഗ്രഹിച്ചു പഠിക്കണം. 6 വാക്കുകൾ. ഒന്ന്, സ്തോത്രം, ആത്മാവിൻ്റെ ആത്മസ്നാനം എന്ന വാക്ക്. സ്തോത്രം. രണ്ടാമത്തത് ആത്മമുദ്ര എന്ന വാക്ക്. മൂന്നാമത്തത് ആത്മാവിൻ്റെ അച്ചാരം എന്ന വാക്ക്. സ്തോത്രം. നാലാമത്തത് ആത്മാവിൻ്റെ നിറവെന്ന വാക്ക്. അഞ്ചാമത്തത് ആത്മാവിൻ്റെ ശക്തി എന്ന വാക്ക്. ആറാമത്തത് ആത്മാവിൻ്റെ അഭിഷേകം എന്ന വാക്ക്. ഈ 6 വാക്ക് അത്രയൊന്നും അല്ല ഉള്ള ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ. 28 23 വാക്കുകളിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് മിനിമം ഈ 6 വാക്കുകൾ. ഇതിൻ്റെ വ്യത്യസ്തത എന്താണ്? എന്താണ് ആത്മസ്നാനം? എന്താണ് ആത്മമുദ്ര? എന്താണ് അഭിഷേകം? എന്താണ് ആത്മനിറവ്? ഈ തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി ഗ്രഹിച്ചെങ്കിലേ നമുക്കിതിനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. നമ്മൾ സാധാരണ അന്യഭാഷ പറയുമ്പോൾ അഭിഷേകം പ്രാപിച്ചാണോ ചോദിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അന്യഭാഷ പറയുന്നുണ്ടോ എന്നാണ് ആ ചോദിച്ചതിൻ്റെ ഉദ്ദേശം. സ്തോത്രം. പക്ഷെ അതിലൊക്കെ അപ്പുറമാണ് അഭിഷേകം എന്ന
ആ വലിയ കാര്യം കൊണ്ട് ദൈവമായ കർത്താവ് ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. അതിന് പർപ്പസ് ഉണ്ട്, അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ദൈവാത്മാവിനെയൊക്കെ നമുക്ക് തരുന്നത്, കർത്താവിനെ നമ്മളെ ഇതിനകത്ത് നമുക്ക് കൃപയൊക്കെ തരുന്നത്, സ്തോത്രം, ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ലോക്കറിൽ വെച്ച് പൂട്ടിയിരിക്കുന്നത് പോലെ ഇരിക്കാനല്ല. ഇപ്പം ഞാൻ ഈ യോശുവയുടെയും ഈ ശലോമോൻ്റെയും കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ വരുമെന്നുള്ളത് ഉറപ്പ്. അതിനി നമ്മൾ ഒന്നും, സ്തോത്രം, എന്തൊക്കെ ചെയ്താലും പ്രശ്നങ്ങൾ വന്നിരിക്കും. അതിനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഉപവാസം എടുത്തിട്ടൊന്നും കഥയില്ല. ഈ ലോകം സാത്താൻ്റെ അധീനതയിൽ കിടക്കുന്നത് കൊണ്ട്, സ്തോത്രം, വേദപുസ്തകം എഴുതി വെച്ചു, നമുക്ക് പോരാട്ടം ഉണ്ടാവും. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? നമ്മളോട് പോരാട്ടം എന്നല്ല എഴുതിയത്, നമുക്ക് പോരാട്ടം. നമ്മൾ ദൈവമക്കളായി ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് പോരാട്ടം ഉണ്ടാകും. സ്തോത്രം. നിങ്ങൾക്കൊരു മരയിപ്പ് വരുന്നുണ്ടല്ലേ? നമുക്ക് പോരാട്ടം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ യോഗം വെച്ചാൽ നമ്മുടെ ചിന്ത. പക്ഷെ അങ്ങനെയല്ല. സ്തോത്രം. വേദോസം പറയുന്നതിന് മാറ്റി പറയാൻ പറ്റിയല്ലോ. നമുക്ക് എഫേസ് ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? നമുക്ക് പോരാട്ടമുണ്ട്. സ്തോത്രം. നമുക്ക് യുദ്ധം ഉണ്ടാകും. സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്നത്, മരിക്കുന്ന അന്ന് വരെയും യുദ്ധത്തിൽ നിന്ന് ഡിസ്ചാർജ് കിട്ടത്തില്ലെന്നാ. ഡിസ്ചാർജ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ. സ്തോത്രം. ഞാൻ യോഗം കഴിയുമ്പോൾ വേണമെങ്കിൽ ബൈബിളിൽ നിന്ന് എടുത്തു തരാം. ഞാൻ അങ്ങനെ ഓരോ വാക്യത്തിൻ്റെ പുറകെ പോയാൽ എങ്ങ് എത്താതെ പോകും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അർത്ഥം? ഡോക്ടറോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കില്ലേ നമ്മൾ ചെന്നിട്ട്? ഒരാഴ്ച കിടന്നിട്ട് ചോദിക്കും, ഡോക്ടറെ നാളത്തേക്ക് ഡിസ്ചാർജ് ആകാമോ? ഡോക്ടർ പറയും, നോ ഡിസ്ചാർജ് ആവുകയില്ല. എന്നാ അത്? സ്തോത്രം. പേഷ്യൻറ്റിനെ പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ, ഉറപ്പ് വരണമെങ്കിൽ ഡോക്ടർ ഉദ്ദേശിക്കുന്നതായിരുന്നു 2 ദിവസം വീണ്ടും ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ആകുകയില്ല. അതിൻ്റെ കരുത്തും ബലവും വീട്ടിൽ പോയാൽ കുഴപ്പമില്ലെന്ന് തോന്നിയെങ്കിൽ മാത്രമേ ഉത്തരവാദിത്തമുള്ള ഡോക്ടർ ഡിസ്ചാർജ് തരുള്ളൂ. എന്നതുപോലെ തന്നെ ഈ ആയുസ്സിൽ യുദ്ധത്തിൽ നിന്ന് ഡിസ്ചാർജ് കിട്ടണമെങ്കിൽ നമ്മുടെ വെട്ടിയുടെ പുറത്ത് മണ്ണിടണം. അന്ന് വരെ യുദ്ധം ഉണ്ടാവും, പോരാട്ടം ഉണ്ടാവും. അതുള്ളത് കൊണ്ടാണ് നമുക്ക് ദൈവാത്മാവിനെയും ശക്തിയും അകത്ത് തന്നത്. അതുള്ളത് കൊണ്ടാണ് ദൈവം നിനക്ക് എന്തിനാ രാജാക്കന്മാർക്ക് അഭിഷേകം കൊടുത്തത്? സ്തോത്രം. വിഷയങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ ദൈവം കൊടുത്തത്. കുറച്ച് അങ്ങാടി മരുന്ന് കൂട്ടി കാച്ചിയിട്ട് തലയിൽ ഒഴിച്ചു കൊടുത്തതല്ല, പിന്നെ ദൈവം കൊടുത്ത ഒരു പർപ്പസാണത്. സ്തോത്രം. പുരോഹിതനും പ്രവാചകനും രാജാവിനും അഭിഷേകം കൊടുത്തു. ഇവർ 3 പേരുമാണ് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടവർ. ആണോ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു രാഷ്ട്രത്തിലെ 3 കൂട്ടരാണ്. അവർക്ക് 3 പേർക്കുമാണ് അഭിഷേകം ദൈവം കൊടുത്തത്. അവർക്ക് 3 പേർക്ക് എന്തിനാ കൊടുത്തത്? സ്തോത്രം. അവർ നമ്മൾ സ്പ്രേ അടിച്ച് യോഗത്തിന് വരുന്നത് പോലെ അടുത്തോടെ പോകുമ്പോൾ വേർപ്പ് നാറാതിരിക്കാൻ വേണ്ടിയിട്ട്, സ്തോത്രം, അവർക്ക് കൊടുത്ത തൈലല്ലാതെ. ഈ 3 കൂട്ടരാണ് ഇസ്രായേലിൽ കയറി വരുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് അന്നത്തെ കാലത്ത് സ്തോത്ര തൈലം കൊണ്ടായിരുന്ന അഭിഷേകം അത് ദൈവമായ കർത്താവ് പ്രത്യേക ആനുപാതിക നിലവാരത്തിൽ കൂട്ടിവെക്കാൻ പറഞ്ഞു. അത് സ്തോത്ര നിഴലായിരുന്നു. അതുകൊണ്ട് അവരെ അഭിഷേകം ചെയ്തു. ആ അഭിഷേകമുള്ളവര് വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. പുതിയ നിയമത്തിനകത്ത് തൈലോ എണ്ണയൊന്നുമല്ല, പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്യുന്നത് നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്വർഗസ്ഥനായ ദൈവം തരുന്ന ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന സ്തോത്രം ഒരു പകർച്ചയാണ് അഭിഷേകം. ഇന്നിവിടെ വന്നിരിക്കുന്ന ആളുകൾ ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായി കയറി വരുമ്പോൾ അവസാനം പ്രാർത്ഥിക്കാൻ ഇരിക്കരുത്. സ്തോത്രം. ഇപ്പോൾ തന്നെ കയറി പിടിച്ചോളൂ. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേറെ ആർക്കും ഉത്തരവാദിത്വമില്ല. വേറെ ആരും ഇത്രയും തൽപരരല്ല. വേറെ ആരും ഒരു യോഗം വെച്ചാൽ പോലും വരാറില്ല. എന്നെ അതിനു വേണ്ടി അഭിഷേകം ചെയ്യാൻ പറയണം. എല്ലാ അപ്പന്മാരും അമ്മമാരും ദൈവത്തോട് പ്രാർത്ഥിക്ക്. പിള്ളേരൊക്കെ വരേണ്ടതായിരുന്നു, അവർ വന്നിട്ടില്ലല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്ക്. എന്റെ മക്കളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിനെ പറ്റിയ ഒരാളെ തരണമെന്നല്ല. ഞാനൊരു ദൈവദാസനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. സർവശക്തന് എനിക്ക് അതിന്റെ അഭിഷേകം തരണം. ദൈവത്തിന്റെ ജ്ഞാനം ശലോമോന് കിട്ടി. അത് കിട്ടിയത് കൊണ്ടാണ് സ്തോത്രം ജനങ്ങൾ മുഴുവൻ അംഗീകരിച്ചു. ഇവൻ പഠിച്ചതല്ല, ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ടാണ് ഈ വന്ന വിഷയം ഇത്ര ഈസിയായി അയാൾ ഹാൻഡിൽ ചെയ്തത്.
സ്തോത്രം. കീഴ്ക്കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് അവിടെ നിന്ന് സുപ്രീം കോടതിയിലേക്കും മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്ന പോലെ ഡിസ്ട്രിക്ട് സ്തോത്ര കൗൺസിലിൽ നിന്ന് സ്റ്റേറ്റിലേക്കും അവിടെ നിന്ന് സ്തോത്രം അതിന്റെ മുകളിലേക്കും പോകുന്നത് പോലെ ഒരിക്കലും തീരാത്ത അഴിയാക്കുരുക്കുകളായി കടക്കുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ സ്വർഗം തരുന്ന ജ്ഞാനം ഇന്ന് പകലിൽ ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചറക്ക് നൽകണം. അങ്ങനെ നീ വലിയവനാകണം. അങ്ങനെ വലിയവനാകണം. അതിന് ദൈവമായ കർത്താവ് ഇന്നൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുക. ആരുടെയും കാല് പിടിച്ചിട്ടല്ല, ആരുടെയും പക്ഷം പിടിച്ചിട്ടല്ല. കർത്താവിന് ചില സമയം എടുത്തേക്കാം, 1, 2, 3 അധ്യായങ്ങൾ കഴിഞ്ഞു പോയേക്കാം. എന്നാലും കർത്താവേ, അവിടെ നിന്ന് തരുന്ന ജ്ഞാനം കൊണ്ട്, അവിടെ നിന്ന് പകരുന്ന അഭിഷേകം കൊണ്ട്, അവിടെ നിന്ന് തരുന്ന കൃപ കൊണ്ട് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രയോജനപ്പെടാൻ, ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചില കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ദൈവത്തിന്റെ കൃപ ഇന്ന് ഇതിനകത്ത് പകരുമെന്നാണ് എൻ്റെ വിശ്വാസം. സ്തോത്രം. ഹല്ലേലൂയ. യോഗം കഴിയുമ്പോൾ പിന്നെ അടുത്ത യോഗത്തിലേക്ക് ആ വിഷയങ്ങൾ ഇടാതെ അതിന് തന്മയത്വത്തോടെ ആ വിഷയങ്ങൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ജോലിയിലാണെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലും എവിടാണെങ്കിലും ആത്മീക ഭൗതിക വിഷയങ്ങളെ കൈകാര്യം ചെയ്തിരിക്കണം. സ്തോത്ര. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് അതിൻ്റെ കഴിവുണ്ട്. 115-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം അത് സാത്താന്യ ശക്തികളെ കുറിച്ച് അല്ലെങ്കിൽ അന്യദൈവങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ്. 115-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം. അത് സ്തോത്രം മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് വിഗ്രഹങ്ങളെ കുറിച്ചാണ്. അവിടെ ഒരു 115-ാം സങ്കീർത്തനം വിഗ്രഹങ്ങളെ കുറിച്ചുള്ള ഒരു സങ്കീർത്തനമാണ്. പക്ഷേ കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. മലയാളത്തിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സ്തോത്രം. ഇംഗ്ലീഷിലേക്ക് നോക്കിയ വാക്ക് they have hands but they handle not. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ള ആൾക്കാരല്ലേ? നിങ്ങൾ ആ വാക്കിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ? അന്യദൈവങ്ങളെക്കുറിച്ച്, ജാതികളുടെ ദൈവങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൻ്റെ കമൻ്റാണ് ദേ ഹാവ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും കൈകളുണ്ട്. ബട്ട് ദേ ഹാൻഡിൽ നോട്ട് എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട സാറേ, ഞാനത് ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറയല്ലേ. എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ കൈകാര്യം ചെയ്യുക. പക്ഷെ ജാതികളുടെ ദൈവത്തിന് കൈകളുണ്ട്. 1 കൈയോ 2 കൈയോ എന്നുള്ള ഒത്തിരി കൈയുള്ള ദൈവങ്ങളുണ്ട്. പക്ഷേ ബൈബിള് പറയുന്നു കൈകളുണ്ടെങ്കിലും ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ അവർക്കറിയേല. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, നമുക്കൊരു വിഷയം ഉണ്ടായാൽ കൈകാര്യം ചെയ്യാൻ അറിയാം. എത്രയോ വിഷയം ദൈവം കൈകാര്യം ചെയ്തിരിക്കുന്നു. എല്ലാ കാര്യമൊന്നും നമ്മളിങ്ങനെ വെള്ളം കുടിക്കാതെ ഉപവസിച്ചിട്ടല്ല ദൈവം കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ അടുത്ത 21-ന് വേണം മറ്റേ കാര്യം ഒന്ന് കൈകാര്യം ചെയ്യാൻ ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തെ നന്നായിട്ട് മനസ്സിലാക്കിയാൽ, ദൈവത്തോട് നമുക്ക് കൂറുണ്ടെങ്കിൽ, നാം ദൈവത്തിൻ്റെ ആളാണെങ്കിൽ നമ്മൾ പറയാതെ തന്നെ ദൈവം വന്ന് കൈകാര്യം ചെയ്യും. മോശയുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടായി. ഇതൊരു ആഭ്യന്തര പ്രശ്നമാണ്. എന്താ പ്രശ്നം? മിരിയാമിന് ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരുന്ന മിരിയാം പെട്ടെന്ന് പറഞ്ഞു, മോശ കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കാലം എത്രയായി? ഇപ്പോഴാണ് അതിൻ്റെ പ്രശ്നം കൊണ്ടുവരേണ്ടത്. അപ്പോൾ സ്തോത്രം ഒരു പണിയില്ലാതിരുന്നപ്പോഴാണ് അപ്പം ചത്തയെന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ സ്തോത്രം ചുമ്മാ ഇരിക്കുകയാണ്. അവൻ അപ്പം ചത്ത, ഇനിയിപ്പോൾ 2 ദിവസം പണിയായില്ലേ എന്ന് പറഞ്ഞ പോലെ നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം കഴിച്ച് പിള്ളേരെ ഉണ്ടായി, ഈ യാത്ര പകുതിയായി. അപ്പോഴാണ് മിരിയാം ഓർത്തത്, അയ്യോ കൂശ്യ സ്ത്രീയാണല്ലോ ആങ്ങളെ. അതിനെ ചൊല്ലി അങ്ങ് പ്രശ്നം ഉണ്ടാക്കി. ഒറ്റയ്ക്ക് പിടിച്ചിട്ട് പൊങ്ങാത്തതിൻ്റെ പേരിൽ അഹരോനെ കൂട്ടുപിടിച്ചു. 2 പേരും കൂടി സ്തോത്രം പ്രശ്നം. പക്ഷെ മോശ ആ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ ഒരിടത്ത് പോലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഞങ്ങളുടെ വീട്ടിലൊരു പ്രശ്നമുണ്ട്, അത് പ്രശ്നം ഇപ്പോൾ പറയുന്നില്ല, ഒന്ന് പ്രാർത്ഥിച്ചേക്കണം, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അങ്ങനെ ഒന്നും പറഞ്ഞാട്ട് അവിടെ കാണുന്നില്ല. ദൈവത്തോട് പറഞ്ഞില്ല, കർത്താവേ ഞാനൊരു ദൈവദാസനാണ്, ഇവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന കർത്താവേ എന്നൊന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ആ അധ്യായത്തിനകത്താണ് മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മോശയെപ്പോലെ സൗമ്യൻ ലോകത്തിലില്ല. ഇത്രയും വലിയ വിഷയം വന്നിട്ടും
നമ്മുടെ വിചാരം നമ്മൾ ഈ ലോകത്തിലില്ലാത്ത എല്ലാ കേസും കൊണ്ട് പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ചിന്തിച്ചിട്ട് സ്തോത്രം പറഞ്ഞാൽ മതി. പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറഞ്ഞത്. എല്ലാ ഇപ്പൊ സ്വർഗത്തിലൊരു പറച്ചിലുണ്ട്, മലയാളികൾ പ്രാർത്ഥനയ്ക്ക് വരുന്ന കാണുമ്പോഴേ ദൂതന്മാർ തമ്മി പറയൂന്ന്. ഉപദേശിമാർ പറയുന്ന ഉപദേശക്കഥയാണെന്ന് അറിയില്ല. എന്നാണെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ 21 വെക്കുമ്പോഴേ ദൂതന്മാർ പറയും എവിടെയോ പോയി തട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത പരിപാടിയും കൊണ്ട് വരുന്നുണ്ടെന്ന് പറയുമെന്ന്. കാരണം നമ്മളെപ്പോൾ ചെന്നാലും പ്രശ്നം കൊണ്ടേ ചെല്ലാറുള്ളൂ. അപ്പൊ ഈ പ്രശ്നം കൊണ്ട് നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ച് എനിക്ക് അത്രയും ആവേശത്തോടെ പോകാൻ പറ്റുന്നില്ലെന്ന്. ഞാനിങ്ങനെയൊന്നും അല്ലല്ലോ പ്രസംഗിക്കാറുള്ളത്. ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കി. സ്തോത്രം. നമ്മുടെ എല്ലാ ഉപവാസങ്ങളും മിക്കവാറും എല്ലാം എന്തായിരിക്കും? വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് 3 ദിവസം ഉപവാസം വെക്കാൻ തീരുമാനിക്കുന്നേ. ഒരു പ്രശ്നമില്ല, ഒരു 10 ദിവസം അവധി കിട്ടി, എന്നാൽ 7 ദിവസം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്തിനാ? ദൈവത്തോടു കൂടെ കുറെ സമയം ഇരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടി. പ്രശ്നമൊന്നുമില്ല. ഞങ്ങളുടെ വെണ്ണിക്കുളത്ത് ഇപ്പം എനിക്ക് അത്രയും തിരക്കുകളോട് പറ്റുന്നില്ല. നേരത്തെ സ്തോത്രം ഞാൻ അറിയപ്പെടാത്ത ഒരാളായി. ഇന്നും അത്ര അറിയപ്പെട്ട ആളൊന്നും അല്ല കേട്ടോ. എന്നാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മിക്കവാറും ആണ്ടിലൊക്കെ 2, 3, 4 പ്രാവശ്യം 21 ദിവസം യോഗം വെക്കുമായിരുന്നു. വേറെ ഒന്നുമില്ല, അവിടെ ആ ചർച്ച വളർന്നു വരാൻ വേണ്ടിയിട്ട് ആദ്യ കാലങ്ങളിലൊക്കെ. അപ്പോൾ 4 പ്രാവശ്യം ഒരാണ്ടിൽ 21 ദിവസം ഉപവാസം ഇരുന്ന വർഷങ്ങളുണ്ട്. എൻ്റെ കാശുണ്ടെങ്കിൽ ഉള്ളതിനനുസരിച്ച് കൊച്ചു കൊച്ചു ഉപദേശിമാരെയൊക്കെ വിളിച്ച് യോഗത്തിൽ പ്രസംഗിപ്പിക്കും. നോട്ടീസ് അടിക്കാൻ പറ്റും. വെണ്ണിക്കുളം കവല ഒരു ബാനർ എഴുതി ഒട്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ വേറൊരു ട്രഡീഷണൽ പെന്തിക്കോസ് ചർച്ചിലെ 2-3 പേര് വൈകുന്നേരം എവിടെയോ പോയിട്ട് അവരുടെ വണ്ടിക്ക് തിരിച്ചു പോകുമ്പോൾ, വൈകുന്നേരം ഞങ്ങളുടെ നാട്ടിൽ ആ കാലത്ത് വണ്ടി കുറവായിരുന്നു. അപ്പോൾ ഈ പുതുതായിട്ട് വന്നുകൊണ്ടിരുന്ന കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന് പുതുതായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു ഭാര്യയും ഭർത്താവും കൂടെ അവരുടെ കുഞ്ഞും കൂടെ വൈകുന്നേരം 10:15 വണ്ടിയുണ്ട്. 9 മണിക്ക് യോഗം കഴിഞ്ഞ് 1.25 മണിക്കൂർ അവരുടെ നിന്നെങ്കിലേ വണ്ടി വരുള്ളൂ അവരുടെ നാട്ടിലേക്ക്. 10:15 വണ്ടിക്ക് പോകാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ അവരുടെ നാട്ടിലേക്കാണ് ഇവർ. അപ്പോൾ ഇവർ വണ്ടിയും കൊണ്ട് വന്നപ്പോൾ ഒരു വണ്ടി നിർത്തി. എന്നെ അവിടെ നിൽക്കുന്ന വരുന്നതെന്ന് ചോദിച്ചു. കയറിയപ്പോൾ എവിടെ പോകുമെന്ന് ചോദിച്ചു. പറഞ്ഞിങ്ങനെ ഞങ്ങളുടെ സഭയിൽ ഉപവാസം നടക്കുക. ഒരു നിങ്ങളുടെ സഭ ഏത് സഭ? അപ്പോൾ നിങ്ങൾ കത്തോലിക്കരയല്ല, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഇന്നടത്തെ വന്നേ. അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇവിടെ കൂടെ ഉപവാസം നടക്കല്ലേ. അപ്പോൾ ആ ട്രഡീഷണൽ പെന്തിക്കോസുകാർ ഈ പുതിയ വിശ്വാസിയോട് ചോദിച്ചത്രേ, ഷാജി പാസ്റ്റർ ഇതിനുമാത്രം പാപം ചെയ്തിട്ടുണ്ടോ ഇത്രേ ഉപവസിക്കാൻ? പുതിയ വിശ്വാസികളച്ചാ കടുങ്കൈകൾ കണ്ടോ? അവർ പിറ്റേ ദിവസം വന്നിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അപ്പം നമ്മൾ ഇത്രയും പാപം ചെയ്തുകൊണ്ടാണ് എപ്പോഴും ഉപവസിക്കുന്നത്. അപ്പം എൻ്റെ വൈഫിൻ്റെ സംശയം, ഞാൻ മിനി അങ്ങനെ പറഞ്ഞേ, എന്നാൽ ഇന്നലെ ഇങ്ങനെ അവർ പറഞ്ഞു. അപ്പോൾ വിനിയോട് മിനിന്ന സിസ്റ്റർ പേര് പാസ്റ്ററോട് പറയാൻ പറഞ്ഞു. ഞാൻ പിന്നെ അതുങ്ങളോട് പറഞ്ഞിട്ട് കഥയില്ല, കാരണം അവർക്കറിയില്ല, അവരെ പറഞ്ഞ് ഉറപ്പിച്ചു. അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ പോലും ചിന്ത ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, വലിയ ഗുരുതര പാപം ചെയ്യുമ്പോൾ 3 ദിവസം പ്രാർത്ഥിച്ചിട്ട് കളയാനായിരിക്കും. പക്ഷെ അതിനായിരിക്കരുത്. ചില വിഷയങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള കരുത്ത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പറയാതെ തന്നെ കൈകാര്യം ചെയ്യും. ഈ മോശ ആ വിഷയം ദൈവത്തോട് ദൈവം അങ്ങനെ നോക്കിയിരുന്നു. മിക്കവാറും ഒന്നും പറഞ്ഞില്ല. പെങ്ങൾക്കെതിരെ ഒരു പരാതിയുമായി, ഇവളുടെ സഭയിൽ ഇനി പോകാൻ പറ്റില്ല, ഇവളുടെ കൂടെ ഇനി നിൽക്കാൻ പറ്റില്ല എന്നവരോട് പരാതി കൊണ്ട് വരൂന്നാണ് അല്ലേ ആ മനുഷ്യത്വത്തിൽ ദൈവം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ 2 ദിവസം നോക്കിയിരുന്നിട്ട് മോശ ആ വിഷയം പ്രാർത്ഥിച്ചുമില്ല, പരാതി അയച്ചുമില്ല, ഒന്നുമില്ല. മോശ മിണ്ടാതിരുന്നപ്പോൾ വൈകുന്നേരം ദൈവം നേരിട്ട് വന്നെന്ന കർത്തൃദാസന്മാർക്കെങ്കിലും അറിയാലോ. ദൈവം നേരിട്ട് കൂടാരത്തിൽ വന്നിട്ട് മിരിയാമിനോട് പറഞ്ഞു, സമാഗമന കൂടാരത്തിലേക്ക് വരണം, അത് കോടതിയാണ്, അവിടേക്ക് വരാൻ പറഞ്ഞു. അപ്പുറത്തെ കൂടാരത്തിൽ പെട്ട അഹരോനോട് പറഞ്ഞു, പെട്ടെന്ന് 5 മണിയാകുമ്പോഴത്തേക്കും കൂടാരത്തിലേക്ക് വരാൻ പറഞ്ഞു. മോശയും വിളിച്ചു. അപ്പുറം ഇപ്പുറം നിന്നൊരൊറ്റ കൂടാരത്തിൽ ഒരു ആൾ പോലും അറിയാതെ അവരെ 3 പേരെയും കൂടി വിളിച്ച് മിരിയാമിനൊരു ചെറിയ ഷോക്ക് കൊടുത്തു. 7 ദിവസത്തേക്കും കണ്ടും കുഷ്ഠമായിട്ട് അവിടെ കിടന്നു. അങ്ങനെ കൈകാര്യം ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണോ? അല്ലെങ്കിൽ അവിടുത്തെ സഭയോട് മുഴുവൻ മോശ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാണോ? അല്ല. പിന്നെ എന്താ? പാളയത്തിനകത്തൊരു പ്രശ്നമുണ്ടായാൽ ആരും പറയാതെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. നമ്മൾ കാല് പിടിച്ച് നമ്മൾ കൊടുക്കേണ്ട വഴിപാടുകളും നേർച്ചകളെല്ലാം കൊടുത്ത് അങ്ങനെ സ്തോത്രം നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യത്തിൽ ഇടപെടത്തുള്ളൂ എന്ന് പറയുന്ന സ്തോത്രം കൊണ്ടുവച്ചെടുത്തിരിക്കുന്ന ഒരു നിർഗുണനല്ല നമ്മുടെ ദൈവം. പിന്നെയോ സൽഗുണപൂർണനായ ദൈവമാണ്. നമ്മുടെ വീട്ടിലൊരു കാര്യം ഉണ്ടായാൽ ആരും പറഞ്ഞില്ലെങ്കിലും
ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ഞാനൊരു ദൈവദാസനാണ്. കഴിഞ്ഞ ദീർഘവർഷമായി എന്നെ കൊണ്ട് കഴിവെന്നിന്റെ പരമാവധി എന്റെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിലൊരു കാര്യം ഉണ്ടായാൽ എൻ്റെ ദൈവം അല്ലാതെ പിന്നെ ആരത് കൈകാര്യം ചെയ്യണ്ടേ? സ്തോത്രം. ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോണോ? വക്കീലിനെ കാണണോ? അതെയോ ഇപ്പൊ നമ്മൾ വായിച്ച പോലെ കൈകാര്യം ചെയ്യാൻ കരുത്തുള്ളൊരു ദൈവം ഉള്ളപ്പോൾ ആ ദൈവം ചെയ്യണോ? ഇന്ന് ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ നമ്മളെ ശരിക്കും ഹൃദയത്തിനകത്തുനിന്ന് ഇങ്ങനെ സ്തോത്രം കുത്തി പുറത്തേക്ക് ഇടുക. കൈകാര്യം ചെയ്യപ്പെടേണ്ട ചില വിഷയങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. അത് ഈ പ്രാവശ്യം ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ഓക്കെയാണ്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ബോധമുള്ളവരാകണം. ഇത് കഴിഞ്ഞിട്ട് ആസ്പത്രിയിലല്ല അത് കൈകാര്യം ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും വക്കീലിൻ്റെ വീട്ടിലല്ല. ഇത് കഴിഞ്ഞിട്ട് സഭയുടെ കൗൺസിലിലും അല്ല. ഈ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ കൈകാര്യം ചെയ്യപ്പെടണം. ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത്. കർത്താവിന്റെ ആത്മാവാ പറയുന്നത്. വേറൊരുത്തൻ അറിയാതെ, വേറൊരു നേതൃത്വത്തിലേക്ക് പോകാതെ ചില കാര്യങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യപ്പെടണം. അതിന് സ്വർഗം ഇന്ന് തുറന്നിരിക്കുകയാണ് കൈകാര്യം ചെയ്യാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്ക്. ആരുടെ വിഷയത്തില് ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന, അസ്വസ്ഥമായിരിക്കുന്ന ഏത് കാര്യം, ദാമ്പത്യ ജീവിതത്തിലോ തലമുറകളിൽ എവിടാണെങ്കിലും ഈ സമയം പാഴാക്കരുത്, നിർവിചാരിയായിരിക്കരുത്. കർത്താവിന് ഹാൻഡ് ഓവർ ചെയ്യണം. എനിക്ക് ഇന്ന വിഷയങ്ങളെന്ന് ദൈവത്തോട് പറയണം. ഈ പ്രാർത്ഥനാ ദിവസം അത് കൈകാര്യം ചെയ്യണം. അപ്പ അതിനാണ് ഇന്ന് ദൈവം ഇടപെടുന്നത്. ഞാനത് തിരിച്ചറിയുന്നു. അതിന് നാളെ വേറൊരുത്തിന് ചെവി മറ്റൊരു രീതിയിൽ ചെന്ന് പെടരുത്. അതിനു മുമ്പ് ദൈവം അത് കൈകാര്യം ചെയ്യണം. ഹല്ലേലൂയ. റികാദരബ ശബന ഹഡഗ ജനാദന ഹംദല ജലദല ഹഡഗ ജനാദിയാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകത്തിൽ രൂത്തിനോട് നവോമി ചോദിച്ചതുപോലെ യോഗം കഴിയുമ്പോൾ ഏറ്റവും ആത്മാർത്ഥതയോടെ, നമ്മളെ മുറിവേൽപ്പിക്കാനല്ല, ആത്മാർത്ഥതയോടെ നിന്റെ കാര്യം എന്തായി മോളെ എന്നല്ലേ അമ്മായിയമ്മ ചോദിച്ചത്. അതുപോലെ ചോദിക്കുമ്പോൾ എന്തോ പറയാനാ 6ാമത്തെ അടുത്ത പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? ഒന്നും നടന്നില്ലെന്ന് പറയരുത്. ഇന്ന് പകലിൽ പറയണം. നിന്റെ കാര്യം എന്തായെന്ന് ചോദിച്ചാൽ പറയണം, അവൻ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു മറുപടി വരണം, നീ സമാധാനത്തോടെ കടന്നുറങ്ങിക്കോ. അവൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അത് തീർത്തു തരും. യേശുവിന്റെ നാമത്തിൽ എൻ്റെ കർത്താവേ കൈകാര്യം ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ എല്ലാം പിശാച് പിടിച്ചു വെക്കരുത്, മറച്ചു വെക്കരുത്. കർത്താവേ അതെല്ലാം പുറത്തേക്ക് ഇറക്കട്ടെ. ഹൃദയത്തിനകത്തെ ഭാരങ്ങൾ, കയ്പ്, നൊമ്പരം എന്തുമാകട്ടെ, ഉയർന്നും വളർന്നും വരേണ്ടവർ, അംഗീകരിക്കപ്പെടേണ്ടവർ, ജനങ്ങളുടെ മുമ്പിൽ തലയെടുപ്പോടെ നിൽക്കേണ്ടവർ, ദൈവത്തിന്റെ പരിജ്ഞാനം വെളിപ്പെടുത്തേണ്ടവർ, ദൈവിക അധികാരം വെളിപ്പെടുത്തേണ്ടവർ, അവരെ ദൈവമാണ് നിയോഗിച്ചത്. ആളുകൾ എന്ത് പറഞ്ഞാലും, സമൂഹം എന്ത് പറഞ്ഞാലും, കൂടെ ആരാധിക്കുന്നവരെന്ത് പറഞ്ഞാലും, ദൈവമാക്കി വെച്ചവരെ അധികാരത്തോടെ പുറത്തു കൊണ്ടുവരാൻ ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് വന്നിട്ട് ഒരു അല്പനേരമെങ്കിലും നമുക്ക് ദൈവദിനം പറയണമല്ലോ. സ്തോത്രം. അതിലേക്ക് വരാം. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവദിനം അല്ലെന്നല്ല പറഞ്ഞത്. എങ്കിലും എൻ്റെ ഒരു സ്തോത്രം മനസ്സമാധാനം, ഒരു വാക്യമൊക്കെ എടുത്ത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പ്രസംഗിച്ചില്ലെങ്കിൽ ഞാൻ ഇത്രയും ദൂരം വന്നത് ഒന്നും അല്ലാതെ ആയി പോകുന്നൊരു തോന്നൽ എനിക്കുണ്ടാവും. സ്തോത്രം. ഇതിനകത്ത് ദൈവത്തിനോ പരിശുദ്ധാത്മ പ്രവൃത്തി കുറവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അത് വരാതിരിക്കാൻ ഞാൻ ഒറ്റ വാക്കിൽ പറയാം. സ്തോത്രം. ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടിടുന്നത് നമ്മളെ കൊച്ചാക്കാനല്ല, നമ്മളെ വലുതാക്കാനാണ്. അങ്ങനെ കാണാവൂ. അങ്ങനെ ഇന്നത്തെ ദൂത് അങ്ങനെ ആയിരിക്കാൽ എൻ്റെ വീട്ടിൽ ഒരു വലിയ വിഷയം വന്ന് വീണിട്ടുണ്ട്. പക്ഷെ ഇത് കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ചാർച്ചക്കാരും കുടുംബക്കാരും പറയും, നിന്റെ ദൈവം വലിയവനാട്ടോ, നിന്റെ സഭയെ സമ്മതിക്കണം. എത്ര പേര് പറഞ്ഞിരിക്കുന്നു. നിന്റെ സഭക്കാർ, അവരുടെ പ്രാർത്ഥന, അത് പറയിപ്പിക്കാൻ ചില ഇഷ്യൂസ് ചിലപ്പോൾ നമുക്ക് ഉണ്ടായേക്കാം, ചില ഭാരങ്ങൾ ഉണ്ടായേക്കാം. അത് പറയിപ്പിക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇച്ചിരി ഉരുകണ്ട വന്നേക്കാം. ദാനിയേൽ പ്രവചനത്തിലെ തീച്ചുളയും സിംഹക്കുഴിയൊക്കെ അതിനല്ലേ സാക്ഷ്യം പറയുന്നത്. ചങ്കെടുത്ത് കൈ പിടിച്ചോണ്ടായിരിക്കും നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്. ദാനിയേലൊക്കെ
അവിടെ ദാനിയേൽ നേരത്തെ ഇൻഫർമേഷൻ ഒരു ദൈവം അറിവ് കൊടുത്തോ, നീ പേടിക്കണ്ട, ഞാൻ ദൂതൻ്റെ വിട്ട് വായടപ്പിച്ചേക്കാന്നൊന്നും നേരത്തെ ഒരു ദൂത് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പം തീർന്നെന്നും പറഞ്ഞങ്ങ് പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ അവസാനത്തെ പോക്കാണ് ആ ഗുഹയ്ക്കകത്തേക്ക്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് കരുതലുണ്ടെന്ന് അറിഞ്ഞത്. അതുപോലത്തെ ചില വിഷയങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നപ്പോഴാണ് രാജാക്കന്മാർ പോലും അറിഞ്ഞത് നിന്റെ ദൈവത്തെ പോലെ ഒരു ദൈവം ഇല്ല, പ്രാപ്തനാണ് നിന്റെ ദൈവം. ഞാൻ ആ ഭാഗമൊക്കെ വായിച്ച് കരഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ജാതീയ രാജാവായിരിക്കുന്ന ബേൽഷസർ ദാനിയേലിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ ദൈവം പ്രാപ്തനാണ്. നമ്മൾ ഇച്ചിരി വേദന എടുത്താലും, നമ്മൾ ഇച്ചിരി സ്വത്രം 4 ദിവസം സ്റ്റക്കായാലും എൻ്റെ ദൈവം പ്രാപ്തനാന്ന് തെളിയാൻ ഇതൊരു മുഖാന്തരമായല്ലോ. സ്തോത്ര ഹല്ലേലൂയ. ഒരു മുഖാന്തരമായല്ലോ. അതിന് ദൈവം വിശ്വസ്തനാണ്. ഞാൻ പറഞ്ഞത് വചനത്തെക്കുറിച്ച് പറയാനായിരുന്നു. അത് യോശുവയുടെ പുസ്തകം 3:9 നമ്മൾ വായിച്ചത്. അപ്പോൾ യോശുവയെ ദൈവം വലിയവനാക്കാന്ന് പറഞ്ഞു. യോർദാൻ പിളർന്ന് അക്കരെ പോകുന്ന കാര്യമാണ് അവരുടെ വിഷയം. പക്ഷെ ദൈവം എങ്ങനെ അക്കരെ പോകുമെന്ന് പറയുന്നില്ല. അത് ദൈവത്തിൻ്റെ ഒരു വലിയ സ്വഭാവമാണ്. നമ്മളിനി എത്രയൊക്കെ പറഞ്ഞാലും സ്തോത്രം, ദൈവം നടക്കുമെന്ന് പറയും, എങ്ങനെ നടക്കുമെന്ന് പറയുകയില്ല. എങ്ങനെ നടക്കുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് കുറേ ടെൻഷൻ, BP ഒന്നിട്ട് ഗുളിക ഒന്നും കഴിക്കണ്ടായിരുന്നു. നമുക്ക് ഈ പ്രശ്നം നടക്കുമെന്ന് അറിയാം. ഒരുപാട് നമ്മളെ പിള്ളേരെ കുറിച്ച് എൻ്റെ പാസ്റ്ററെ വാഗ്ദത്തം ഉണ്ട്, പക്ഷെ എങ്ങനെ വാഗ്ദത്തം നടക്കുമെന്ന് ദൈവം പറയുകയില്ല. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കാര്യം മറച്ചു വെക്കുന്നത്. രാജാവിന് മഹത്വം എന്നൊരു വാക്കുണ്ട് സദൃശവാക്യത്തില കാര്യം. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രൗഢി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നടക്കുമെന്ന് പറയും, പക്ഷെ എങ്ങനെ നടക്കുമെന്ന് പറയുകയില്ല. അത് നമ്മൾ അറിയണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വരണം, ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരികയില്ല. മനസ്സിലായോ? ദൈവം ആരാ ആളെന്നറിയാം. അതുകൊണ്ട് സംഭവം ഉണ്ടെന്ന്. പക്ഷെ അത് നടക്കണം എന്നുണ്ടെങ്കിൽ നീ ഉപവാസം ഇരിക്കണം, വചനം കേൾക്കണം, സഭായോഗത്തിന് വരണം. അപ്പോഴാണ് അത് നമുക്ക് വെളിപ്പെടുകയുള്ളൂ. അപ്പോൾ യോശുവയോട് ദൈവം പറയുന്നുണ്ട്, നിന്നെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയില്ല, നീ പേടിക്കണ്ട. ഞാൻ മോശയോട് പറഞ്ഞ പോലെ ശരിയാ, നീ ഈ ജനത്തെ കൊണ്ട് അക്കരയ്ക്ക് പോകും, യോർദാൻ കിടക്കും. പക്ഷെ എങ്ങനെയാന്ന് പറയുന്നില്ല. എങ്ങനെയാന്ന് പറയാതെ വന്നപ്പോൾ ഞാൻ ആ ഭാഗത്തെ ഒന്ന് എന്താ പറയുക, നമ്മുടെ നാടൻ രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. ബൈബിളിന് ഒരു എഴുത്തു ഭാഷയാണുള്ളത്, പക്ഷെ നമുക്ക് സാധാരണ നമ്മുടെ ഒരു വീട്ടുഭാഷയിലേക്ക് കൊണ്ടുവരിക ഞാൻ ആ ഭാഗത്തെ. 3:9 യോശുവയാണ് പറഞ്ഞത്. അങ്ങനെയല്ലേ? യോശുവയുടെ പുസ്തകം 3:9 യോശുവ ഇസ്രായേൽ മക്കളോട്, ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പി. യഹോവ അരുളി ചെയ്യുന്നതല്ലല്ലോ പറഞ്ഞേ, ആണോ? അല്ല, യോശുവ പറയുകയാണ്. 2-3 ദിവസമായിട്ട് ഒരു വഴിയും കാണുന്നില്ല, വാഗ്ദത്തം മാത്രമേ ഉള്ളൂ. ദൈവം പറഞ്ഞു അക്കരെ ഇടും നിങ്ങളെ, പക്ഷെ എങ്ങനാന്ന് പറയുന്നില്ല. എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും ആട്ടെ, എപ്പോഴെങ്കിലും ആട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കാലം നീട്ടി ഉറങ്ങിയേക്കാന്ന് വെക്കുകയല്ലേ ചെയ്തത്. പെട്ടെന്ന് നേതൃത്വ ഗുണം എന്ന് പറഞ്ഞ ഒന്നുണ്ട്, നേതാവിൻ്റെ ഗുണം. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും കാലം നടക്കണം, നമ്മൾ പേന ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് മാറുമല്ല ചെയ്തത്. അദ്ദേഹം പെട്ടെന്നൊരു തീരുമാനം എടുത്തു. ദൈവം ഏതൊക്കെയാലും വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ നമ്മൾ ഈ ഗ്യാപ്പ്, ഇത് നടക്കുന്ന കാര്യം എങ്ങനെ ഫില്ല് ചെയ്യാം, അതിന് അദ്ദേഹം പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് നടത്തി. പാളയത്തിൽ നമുക്കെല്ലാവർക്കും കൂടെ ഇവിടെ വന്ന് യഹോവയുടെ വചനം കേൾക്കാം. ഇതുപോലത്തെ ഒരു യോഗമാണെന്നോ ഞാൻ നിൽക്കുമ്പോൾ പുൾപിറ്റിൽ നിന്ന് പ്രസംഗിച്ചോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ആ വാക്ക് വിശ്വസിക്കുന്നു. ആ വാക്യം ഇതാണ്, നമുക്ക് വചനം കേൾക്കാം. സ്തോത്രം. അങ്ങനെയാണല്ലോ എഴുതിയത്, നമുക്കിവിടെ വന്ന് വചനം കേൾക്കാം. ഇനി താഴേക്കുള്ള ഭാഗത്തെ നിങ്ങൾ ഒരു നമ്മുടെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ആ കാര്യത്തെ അതവിടെ കിടക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതിയിട്ടിരിക്കുന്നതാണ്. അതിനെ ഒരു എഡിറ്റ് ചെയ്ത് ഓർഡറിലേക്ക് കൊണ്ടുവന്നാൽ ഇങ്ങനെയായിരിക്കും ആ രംഗം. അവർ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ യോശുവയുടെ അകത്തൊരു ഉൾപ്രേരണ കിട്ടുന്നു. എന്താണ് പ്രേരണ? യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ പെട്ടകം എടുത്തുകൊണ്ട് യോർദാനിലേക്ക് ഇറങ്ങുക. സ്തോത്രം. ഈ ആഹ്വാനം മനസ്സിനകത്ത് തെളിഞ്ഞു വരുന്നത് വചനം കേട്ടോണ്ടിരിക്കുമ്പോഴാണ്. അതിനല്ലേ അവിടെ കൂടിയത്, വചനം കേൾക്കാനല്ലേ കൂടിയത്, അല്ല വർത്തമാനം പറയാൻ കൂടിയതല്ലല്ലോ. അവിടെയാണ് താഴെ എഴുതിയിരിക്കുന്നത്, പെട്ടകം എടുത്തുകൊണ്ട് യോർദാനിലേക്ക് ഇറങ്ങുക. പിന്നത്തെ സംഭവം നിങ്ങൾക്കറിയാം. അപ്പൊ വചനം കേട്ടോണ്ടിരുന്നപ്പോഴാണ് കാര്യത്തിൻ്റെ നടത്തിപ്പുണ്ടായത്. സ്തോത്രം. പ്രവാചകനെ വിളിച്ച് വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ വാഗ്ദത്തം കിട്ടും. വെച്ച് പ്രാർത്ഥിച്ചാൽ മതി, നേരം
കുറേ നാളായിട്ട് ഞങ്ങൾക്ക് ഒന്നിനും ഒരു എന്ത് ചെയ്താലും നഷ്ടമാണ്. അതിൻ്റെ പേരിൽ സ്തോത്രം ഇങ്ങനൊരു പാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു, തിരുവനന്തപുരത്ത് വരുമ്പോൾ വരാൻ പറഞ്ഞു. വന്ന് വീട്ടിൽ വന്നു, വൈകുന്നേരം വന്ന് ഒരു നേരത്തെ ചായയും കൊടുത്ത് ചില കാശും കൊടുത്ത് പ്രാർത്ഥിച്ച ചിലപ്പോൾ നല്ല ഒറിജിനൽ പ്രവചനവും വാഗ്ദത്വം കിട്ടും. പക്ഷെ ഇതെങ്ങനെ നടത്തിപ്പിലാക്കുമെന്ന് അറിയണമെങ്കിൽ ദൈവവചനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നടത്തിപ്പുകൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ വചന കേൾവിക്കകത്തും നമ്മുടെ മനസ്സിനകത്ത് കാര്യങ്ങളുടെ നടപടിയിലേക്കുള്ള ദൈവത്തിൻ്റെ നിറവേറലുകൾക്കുള്ള വഴി തുറക്കലുകൾ ഉണ്ടാവും. ഇന്ന് അങ്ങനെ ആകട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒത്തിരി കാര്യങ്ങൾ നടക്കുമെന്നറിയാം, പക്ഷെ എങ്ങനെ നടക്കുമെന്നറിയില്ല. ആരെനിക്ക് വേണ്ടി പോകുമെന്നറിയില്ല, ആരോട് പറയണമെന്നറിയില്ല. ഞാൻ തനിച്ചുള്ളൂ, ബാക്കി കാര്യങ്ങൾ നിർവഹിക്കാൻ ആരുമില്ല, കയ്യിൽ തികഞ്ഞ പൈസയില്ല, ഒരല്പം പൈസ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കേണ്ടത്, അതിൻ്റെ 3 ഇരട്ടി ഉണ്ടെങ്കിൽ നടക്കില്ല. ഇതും വെച്ചുകൊണ്ട് വഴി മാറി ചിന്തിക്കാൻ പറ്റില്ല, ദൈവം പറഞ്ഞിരിക്കുന്ന നടക്കണം. ഇതെല്ലാം നമ്മുടെ പ്രശ്നമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പ്രശ്നവുമായിട്ട് നമ്മുടെ വീട്ടിലിരുന്നാൽ ഇതൊന്നും തുറക്കുകയല്ല. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ആശയങ്ങൾ മനസ്സിനകത്ത് കയറി വരും, ചില വഴികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ദൈവം. ഞാൻ ഉറപ്പ് പറയാം, വേറെ ഒന്നുമില്ലെങ്കിലും വചനം സ്ഥിരമായി കേൾക്കുന്നവരുടെ മുമ്പിൽ ഭാവനകൾ തെളിയുകയല്ല, വഴികൾ തെളിയുകയാണ്, മുഖാന്തരം ഉണ്ടാകുകയാണ്. അതല്ലേ മറ്റേതൊരു കോൺഗ്രിഗേഷനേക്കാൾ ദൈവവചനം പ്രസംഗിക്കുന്ന നമ്മുടെ സഭകൾക്കകത്ത് ആളുകൾ വരും. എല്ലാവർക്കും ഒന്നും പണം കൊടുത്ത് പിടിച്ചു നിൽക്കാൻ. ഞാനൊരു പാസ്റ്ററാണ്, ചർച്ചിൻ്റെ 25 വർഷമായിട്ടൊരു ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ചിലരെയൊക്കെ അത്യാവശ്യം കൈത്താങ്കൽ കൊടുത്തേ പറ്റൂ. സ്തോത്രം. ചില ആളുകൾക്കൊക്കെ ചില കൈത്താങ്കൽ ആരോടെങ്കിലും പറഞ്ഞു കൊടുത്തേ പറ്റൂ. പക്ഷെ നമുക്ക് എല്ലാവരെയും കാശ് കൊടുത്ത് പിടിച്ചു നിർത്താൻ പറ്റുമോ? എല്ലാ പിള്ളേരെയും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. പഠിപ്പിക്കാൻ അർഹതപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്നും നമുക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ പറ്റുകയല്ല. പക്ഷേ നമ്മുടെ സഭകൾക്കകത്ത് നടക്കുന്നതെന്നറിയാമോ? ആ പേരൻസോ ആ കുടുംബമോ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ കർത്താവ് ആ വഴി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സഭയെ ശരിക്കും ദൈവത്തിൻ്റെ വചനം കൈകാര്യം ചെയ്യുന്ന സഭകൾക്കകത്തൊരു മരവിപ്പില്ലാത്തത്. സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, സ്തോത്രം, ദൈവവചനം നന്നായി കൈകാര്യം ചെയ്യുന്ന സഭകൾക്ക് ദീർഘമായ നിലനിൽപ്പുള്ളൂ. ബാക്കിയൊക്കെ ആദ്യത്തെ കുറെ കഴിയുമ്പോൾ നമ്മൾ കേരളത്തിൽ ഒത്തിരി കണ്ടിട്ടുള്ളതല്ലേ. സ്തോത്രം. വചനത്തെ പുറകോട്ട് മാറ്റിയിട്ട് ബാക്കി പലതിനും നമ്മൾ മുൻതൂക്കം കൊടുക്കുമ്പോൾ കുറെ കാലം ഓടും, അത് കഴിയുമ്പോൾ മരവിപ്പാവും. സ്തോത്രം. പ്രവചനം മാത്രം ഉള്ള കൂട്ടായ്മകളുണ്ട്, യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം. പക്ഷെ കുറെ കഴിയുമ്പോൾ ആദ്യത്തിന് മൂപ്പിനൊക്കെ ഇതാവും, കുറെ അതിന് നിലനിൽപ്പില്ല. വന്നു പോകുന്ന ആളുകൾ വന്നു പോകും, പക്ഷേ ഒരു സഭയായിട്ട് നിലനിൽക്കാൻ കിട്ടിയല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രമേ ജനങ്ങൾ പണിയപ്പെടുകയുള്ളൂ. അവിടെയാ വഴികൾ തുറക്കപ്പെടുന്നത്. വചനത്തെക്കുറിച്ച് പറയുന്നത് പാറയെ തകർക്കുന്ന ചുറ്റുകയാണ്. സ്തോത്രം. അത് ഉപയോഗിക്കുന്ന സ്ഥലത്ത് പാറ പൊട്ടിയിരിക്കും. യിരെമ്യാവിനെ കൊണ്ടത് പറയിപ്പിക്കുമ്പോൾ സ്വർഗം കണ്ട ഏതോ പാറയുണ്ട്, അത് പൊട്ടിക്കാനാണ് ദൈവം വചനത്തെ ചുറ്റുകയാക്കിയത്. നമ്മുടെ മുമ്പിൽ എത്ര കരിമ്പാറകളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ വചനം പറയാൻ തുടങ്ങുമ്പോൾ ആ പാറ പൊട്ടാൻ തുടങ്ങും, വിടുതലുകൾ വ്യാപരിക്കാൻ തുടങ്ങും. കർത്താവ് ചെയ്യട്ടെ. ഇന്ന് നിങ്ങളുടെ മനസ്സൊരുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഞാൻ മറ്റൊന്നിലേക്കും പോകാതെ അപ്പോസ്തല പ്രവൃത്തിയിലെ സ്തോത്രം ഒരു വാക്യം വായിച്ച് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഞാൻ ഈ പകൽ സെക്ഷൻ പാസ്റ്ററിനോട് പറഞ്ഞ സമയത്ത് അവസാനിപ്പിക്കാം. സ്തോത്രം. ഞാൻ സ്തോത്രം വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധ 10-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ സ്തോത്രം ഒരു 9-10 വാക്യങ്ങൾ, 10-ാം അധ്യായത്തിന് 9-10 വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിക്കാമെങ്കിൽ പെട്ടെന്ന് വായിച്ചു. 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്തു പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അടുത്തത്. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും മതി. ബാക്കി നമുക്ക് സന്ദർഭോചിതമായിട്ട് വേണ്ടി വന്നാൽ എടുക്കാം. ഇപ്പൊ അത്ര ഇരിക്കട്ടെ. 10-ാം അധ്യായം കൊർന്നല്യോസ് എന്ന പട്ടാളക്കാരൻ്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലമാണ് 10-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം. പക്ഷെ ഇപ്പോൾ വായിച്ചത് പത്രോസ് ഇപ്പോൾ തോൽക്കൊല്ലനായ യൂദയുടെ വീട്ടിലാണ്. അവിടെ നടക്കുന്ന കാര്യമാണ് ഈ 9, 10, 11 വാക്യങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്നത്. 10-ാം അധ്യായത്തിൻ്റെ പ്രമാദമായിരിക്കുന്ന വിഷയങ്ങളെല്ലാം കൊർന്നല്യോസിൻ്റെ വീടിനോട് ബന്ധപ്പെട്ടാണ്. ആ വീടിന് ഒരുപാട് പ്രത്യേകതയുണ്ട്, പക്ഷെ അത് ഈ പകൽ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പത്രോസ് തോൽക്കൊല്ലനായി യൂദയുടെ വീട്ടിൽ താമസിക്കുകയാണ്. അങ്ങനെ താമസിക്കുന്ന സമയത്ത്
കൊർന്നല്യോസിന് ഒരു വെളിപ്പാടുണ്ടായി. ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, നീ യൂദയുടെ വീട്ടിലേക്ക് ആളയച്ചിട്ട്, എവിടാണ് വാക്യം, 5-ാമത്തെ വാക്യം, ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ ഒന്നൊരുവനോടുകൂടെ പാർക്കുന്നു. അവൻ്റെ വീട് കടൽപ്പുറത്താകുന്നു. കടപ്പുറത്ത് താമസിക്കുന്ന തോൽക്കൊല്ലനായ ശീമോൻ. തോൽക്കൊല്ലൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് ഷൂ പോളിഷ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കരുത്. പെട്ടെന്ന് അങ്ങനെ നമ്മുടെ മനസ്സിൽ വരും. തോൽക്കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഇവിടെ തമ്പാനൂർ KSRTC ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ഒരു കുടയും വിടുത്തി വെച്ചൊരു കാലെ കുത്തി വെച്ചുകൊണ്ടിരുന്ന് കുട നന്നാക്കുകയും ചെരുപ്പ് തുന്നം ചെയ്യുന്ന ആളില്ലേ, ആ ആളാണെന്ന് വിചാരിക്കരുത്. ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന തോൽക്കൊല്ലൻ എന്ന് പറയുന്നത് ലെതർ ബിസിനസ് നടത്തുക എന്ന് പറഞ്ഞാൽ ബാറ്റ കമ്പനിയുടെ ഓണറെ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? അയാൾ ആരാന്ന് എനിക്കറിയില്ല. സിൽക്കോൺ എന്ന് പറഞ്ഞൊരു കമ്പനി നിങ്ങൾക്ക് അറിയാമോ? കട, വലിയ ഷോപ്പ്, ചെരുപ്പിൻ്റെ അതിൻ്റെ ഓണർ എനിക്കറിയില്ല. അതിൻ്റെ മുതലാളി ആരായിരിക്കും? കേരളം മുഴുവൻ, ഇന്ത്യയുടെ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ മുഴുവൻ ഇത്രയും വലിയ ഷോറൂം തുറന്നിരിക്കുന്നത് അദ്ദേഹത്തെ പോലത്തെ ഒരാളാണ് ഈ തോൽക്കൊല്ലൻ എന്ന് മലയാളത്തിൽ വന്നെന്നുള്ളൂ. ഷീമോൻ കടൽപ്പുറത്ത് ബീച്ചിൽ വീട് വെച്ചിരിക്കുന്ന വലിയൊരു മനുഷ്യൻ, അത്രയും വലിയ ബിസിനസ്സുകാരൻ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭക്തരായിട്ട് ആത്മീകരായി കർത്തൃദാസന്മാരെ വീട്ടിൽ താമസിപ്പിക്കാനൊക്കെ മനസ്സുള്ളവർ അന്നുണ്ടായിരുന്നു. രക്താംബരം വിറ്റ് ലുദിയ ആരായിരുന്നു? തിരുപ്പതിയിൽ നിന്ന് വെറുതെ കൈലിയും ബനീനും കൊണ്ടുവന്ന് ബസ്റ്റാൻഡിലിട്ട് നിൽക്കുന്ന ചേച്ചിയായിരുന്നു? അല്ല, അന്നത്തെ ഏറ്റവും കോസ്റ്റ്ലിയായ, ഏറ്റവും വില കൂടിയ ഒരു മെറ്റീരിയലാണ് രക്താംബരം. അതുണ്ടാക്കി വിൽക്കുന്ന ഒരാളാണ്, ഒരു ബിസിനസ്സുകാരിയാണ്. അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ ദൈവദാസന്മാരെ കൈക്കൊണ്ടത് കൊണ്ടാണ് അന്ന് പലയിടത്തും സഭകളുണ്ടായത്. രംഗത്തേക്ക് വന്ന പേരുള്ള കുറേ പേരെ നമുക്കറിയുള്ളൂ, പക്ഷെ മറഞ്ഞു കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ മുമ്പിലേക്ക് വന്നില്ല, അവരുടെ പേരൊന്നും പോസ്റ്ററിൽ വന്നില്ല, ഫോട്ടോ ഫ്ലെക്സിനും വന്നില്ല. പക്ഷെ ഇവരൊക്കെയാണ് വാസ്തവത്തിൽ ചിലരെ പിടിച്ചു നിർത്തിയത്. സ്തോത്രം. അവർക്കൊക്കെ ആയിരിക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അരിമത്തിയുടെ യോസേപ്പ് മുഖ്യധാര ഒരു ശിഷ്യനല്ലായിരുന്നു, പക്ഷെ ഒരു അത്യാവശ്യം കർത്താവിൻ്റെ കാര്യത്തിന് വന്നപ്പോൾ മറ്റാരേക്കാൾ 12 പേരേക്കാൾ യോസേപ്പ് ഒറ്റയാളാണ് കർത്താവിൻ്റെ കാര്യത്തിനകത്ത് വലിയ കാര്യങ്ങൾ ചെയ്തത്. അതുപോലെ തോൽക്കൊല്ലനായ ശീമോൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പത്രോസ് താമസിക്കുകയാണ്. അന്നത്തെ കാലത്ത് കർത്തൃദാസന്മാരായിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരായിരിക്കുന്ന ആളുകൾ, അവർ യാത്ര ചെയ്ത് ശുശ്രൂഷിക്കുമ്പോൾ ഇതുപോലെ സഭാഹോളുകൾ, ഇന്നിപ്പം കാസർഗോട്ടേക്ക് ഒരാഴ്ചത്തെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി പോകുകയാണെങ്കിൽ നമ്മൾ ലോഡ്ജൊന്നും എടുക്കേണ്ട കാര്യമില്ല. കാസർഗോഡ് ഏതെങ്കിലും ഒരു സഭയെ വിളിക്കുക, PMGക്ക് ചർച്ച ഉണ്ടെങ്കിൽ IPC ചർച്ച കൂടെ AG എങ്കിലും വിളിക്കുക. വിളിച്ചിട്ട് പറയാം ഞങ്ങളുടെ 10 സഹോദരന്മാർ വരുന്നുണ്ട്. പറയുമ്പോഴേ ഹോള് തുറന്നു തരും. ഇവിടെ നിന്നിട്ട് അരിയും ഒരു സ്റ്റൗവും ഗ്യാസും കൊണ്ടുപോകുകയാണെങ്കിൽ അത് തന്നെ ഇട്ട് വെച്ച് സ്തോത്രം അവിടെ ആഹാരം പാകം ചെയ്ത് 10 ദിവസം സുവിശേഷ പ്രവർത്തനം നടത്തി പോരാം, തിരിച്ചു പോരാം. ഇച്ചിരൂടെ കാശുണ്ടെങ്കിൽ ഹോട്ടൽ എടുക്കാം. പക്ഷെ അന്ന് ഇതൊന്നുമില്ല, സഭാ ഹോളുകളില്ല, ഹോട്ടലില്ല. അപ്പം എന്താ വഴി? ഇങ്ങനെയുള്ള കർത്തൃദാസന്മാരെ സന്തോഷത്തോടെ വീട്ടിൽ കൈക്കൊള്ളും. ഒരു ദിവസം വന്ന് ഉച്ചയ്ക്ക് വന്ന് വൈകുന്നേരത്തേക്ക് പോവുകയല്ല, മനസ്സിലായോ? ചില ദിവസങ്ങൾ താമസിക്കുക. ഇപ്പം നമ്മൾ വീട്ടിൽ ഉച്ചയ്ക്ക് വരുമ്പോഴേ അമ്മാമ്മ ചോദിക്കും എപ്പോഴാണ് പാസ്റ്റ് പോകുന്നത്, വൈകുന്നേരം പോവാതെ. കാരണം കിടന്ന സംഭവമല്ലേ. അപ്പം അതുകൊണ്ട് അപ്പോൾ അന്നങ്ങനെയല്ല, വന്നാൽ പിന്നെ ദൈവം പറയുമ്പോഴാണ് മേഘം മുമ്പ് പോകുമ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കുറേ ദിവസമായിട്ട് യൂദയുടെ വീട്ടിൽ സ്തോത്രം ഈ തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട്ടിൽ ഈ പത്രോസ് താമസിക്കുക. അപ്പോഴാണ് കൊർന്നല്യോസിന് ദർശനം, ദൂതൻ വന്നിട്ട് പറയുന്നത്, കടൽപ്പുറത്ത് ശീമോൻ്റെ വീട്ടിലേക്ക് ആളയച്ച് പത്രോസിനെ, ശീമോൻ എന്ന മറുപേരുള്ള പത്രോസിനെ വിളിക്കുക. അങ്ങനെ ആ അരുളപ്പാട് കേട്ട് 2 പേരെ ഇന്നത്തെ പോലെ ഫോണില്ലാത്ത കാലത്ത് വിളിക്കാൻ വേണ്ടി യോപ്പയിലേക്ക് വിട്ട് യോപ്പ പട്ടണത്തിലേക്ക് അവർ നടന്ന് അടുക്കുകയാണ്. അതാണ് എഴുതിയിരിക്കുന്നത്. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം, സ്തോത്രം, കൊർന്നല്യോസ് വിട്ട 2 ആളുകൾ ഈ ശീമോൻ്റെ വീടിനോട് അടുക്കാറായി. ഏകദേശം ഇവിടെ എഴുതിയിരിക്കുന്നു 6-ാം മണി നേരത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പത്രോസ് വെൺമാടത്തിലേക്ക് കയറി. 2 കാര്യം പറഞ്ഞുകൊണ്ട് പ്രധാന വിഷയത്തിലേക്ക് വരാം. ഒന്ന്, നമ്മൾ ആരാന്ന് അറിഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥന സെറ്റ് ചെയ്യാൻ. 6-ാം മണി നേരം എന്നൊക്കെ യഹൂദൻ്റെ സിസ്റ്റമാണ് ഇങ്ങനെ ടൈം നോക്കി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് 3-ാം മണി നേരം, 6-ാം മണി നേരം, ദിവസം 3 നേരം, രാത്രി ഒക്കെയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് അത് നമ്മൾ ഒരു സാധാരണ ക്രിസ്ത്യാനി ആണെങ്കിൽ സ്തോത്രം അതൊന്നും വിഷയമല്ല. പക്ഷെ നമ്മുടെ മേൽ കിടക്കുന്ന നിയോഗം വലുതാണെങ്കിൽ പ്രത്യേകിച്ച് ടൈം ടേബിൾ ഉണ്ടാക്കി പ്രാർത്ഥിക്കണം.
ഒത്താ പ്രാർത്ഥിക്കാമെന്നല്ല, ആരും ഇല്ലാതെ ചുമ്മാ മെനക്കെട്ടിരിക്കുവാണെങ്കിൽ എന്നാൽ ചില നേരം നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ല. ശരിക്കും ഈ വേദപുസ്തകത്തിൽ കാണുന്ന പല ആളുകളും അവർ ജയിച്ചത് മുഴുവൻ കൃത്യനിഷ്ഠതയുള്ള പ്രാർത്ഥനയുള്ളത് കൊണ്ടായിരുന്നു. ദാനിയേലൊക്കെ ഇത്ര ശക്തനായ എന്തുകൊണ്ടാണ്? രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനെ എന്തുകൊണ്ടാണ്? ഞാൻ പറയും, നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക്, അതായത് സഭയ്ക്കകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നിടത്തോളം സാധ്യത ലോകത്തിൽ വേറെ ആർക്കും ഇല്ല. അത് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ സാത്താനൊന്നും ഇവിടെ ഒരു പണി നടക്കുകയല്ല. കാരണം ദാനിയേലിനെ പോലത്തെ ഒരാൾ സഭയിലുണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹം അത് ഉണ്ടാക്കിയത് എങ്ങനെ? പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥിച്ചാണ് ഈ കൃപയും വരവും എല്ലാം തന്നിലെ. ജീവിതം വിശുദ്ധിയോടെ സൂക്ഷിക്കുക, സ്തോത്രം, കർത്താവിൻ്റെ വചനത്തിന് നിരക്കുന്നത് മാത്രം ചെയ്യുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, സ്തോത്രം, എന്നിട്ട് പ്രാർത്ഥിക്കുക. നമുക്കൊരു പ്രശ്നം പറയാം, അതൊരു വിമർശനമായിട്ട് എടുക്കരുത്, എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ പറയാം. ഒന്ന്, ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആൾ, നിങ്ങളാരുമല്ല കേട്ടോ, സ്തോത്രം, ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളുകൾ കേരളത്തിലും തിരുവല്ലയിലൊക്കെ ഉണ്ട്. ഭയങ്കര പ്രാർത്ഥനയാണ് എന്നും അത്, പക്ഷേ വചനപ്രകാരം ജീവിക്കത്തില്ല, ജീവിതം ശരിയല്ല, അപ്പോൾ പ്രയോജനമില്ലാതെയോ. എന്നാൽ പക്ക വചനപ്രകാരം ജീവിക്കുന്നവരും നല്ല വിശുദ്ധരുമുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കൂല. സ്തോത്രം. ഇതൊന്ന് ബാലൻസ് ചെയ്ത് മനസ്സിലാവും. ഒത്തിരി പ്രാർത്ഥനക്കാരുണ്ട്, പ്രാർത്ഥന തന്നെ പരിപാടിയായിട്ട്, പക്ഷെ ഉള്ള കൊതിയും നുണയെല്ലാം പറയുകയും ചെയ്യും, എല്ലാവരുടെ കുറ്റം പറയുകയും ചെയ്യും, ഇതെല്ലാം പറയും. പിന്നെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണമുണ്ട്? വെറുതെ പെട്രോൾ മേടിച്ചിട്ട്, കന്നാസി മേടിച്ചിട്ട് തുറന്നു വെച്ച പോലെയാവും. 21 ദിവസം നമ്മൾ വലിയ 30 ലിറ്ററിൻ്റെ ജാറ് നിറച്ച് പെട്രോൾ മേടിച്ചു, 22ാം ദിവസം മുറ്റത്ത് അടപ്പ് തുറന്നു വെച്ചു, തീർന്നില്ലേ? ഇതിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പാട്. അപ്പൊ പത്രോസ് പോലെയുള്ള ആളുകൾ കൃത്യനിഷ്ഠതയോടെ പ്രാർത്ഥിച്ചു. നിങ്ങൾ 1 മാസത്തേക്ക്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലെന്നല്ലോ അല്ല പറയുന്നത് കേട്ടോ, എന്നോടൊരു പ്രേരണ പറഞ്ഞ് ഞാൻ പറയുക. 1 മന്ത്, 1 മാസം, നമ്മളൊരു ജീവിതം മൊത്തത്തിൽ ആദ്യം കാണുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്കൊരു മരയിപ്പ് വരും. 1 മാസത്തേക്ക്, ജൂൺ മാസത്തിലേക്ക് ഒരു ടൈം ടേബിൾ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാക്കി നോക്ക്. ജൂൺ മാസം 30 ദിവസത്തേക്ക്, രാത്രി ഒരു ഇത്ര ടൈം, പകല് ഇത്ര ടൈം. സ്തോത്രം. ഞാനൊരിക്കൽ ചർച്ചിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ നടക്കൂന്ന് ഓർത്ത് പറഞ്ഞതല്ല കേട്ടോ, എങ്കിലും കുറേ അമ്മമാരെ നടന്നു. ഞാൻ പറഞ്ഞു, ഈ ബെല്ലടിക്കുന്ന ക്ലോക്കില്ലേ, മണിയടിക്കുന്ന ക്ലോക്ക്, ഒരേ മണിക്കൂർ ഇടവിട്ട് മണിയടിക്കുന്ന ക്ലോക്ക്, ഞാൻ പറഞ്ഞു, പിള്ളേരോട് ആരുടെങ്കിലും പറയുവാണെങ്കിൽ എല്ലാവരെ കൊണ്ടും പറ്റിയില്ല ജോലി, അമ്മമാരൊക്കെ ചുമ്മാ ഒത്തിരി പേരിരിക്കുന്നില്ലേ, മണിയടിക്കുന്ന ബെല്ലടിക്കുന്ന ഒരു ക്ലോക്ക് മേടിക്കാൻ പറയണം. അജന്തയുടെയൊക്കെ ഒരു 700 രൂപ കൊടുത്താൽ കിട്ടും. എന്നിട്ട് ഓരോ മണിക്കൂറിൽ ബെല്ലടിക്കുന്നതായിട്ട് സെറ്റ് ചെയ്യണം. 12 മണിക്ക് 12 മണി. അപ്പം അമ്മമാരോട് വീട്ടിലിരിക്കുകയല്ലേ, ചുമ്മാ ഇരിക്കുകയല്ലേ, ഓരോ പ്രാവശ്യം ബെല്ലടിക്കുമ്പോഴും 10 മിനിറ്റ് വീതം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആദ്യമൊക്കെ ചിരിച്ച് വളരും. ഒരു 5-8 അമ്മമാർ പ്രാക്ടീസ് ചെയ്തു. 12 മണിക്ക് ബെല്ലടിക്കുമ്പോൾ അകത്ത് കയറി കുറച്ച് നേരം പ്രാർത്ഥിക്കും. എഴുന്നേറ്റ് വന്നത് 1 മണിക്ക് ബെല്ലടിക്കുമ്പോൾ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, നടപ്പിൽ വരുത്തുവാണെങ്കിൽ ഇവിടെ വിപ്ലവം ഉണ്ടാവും. പാടാണ്, ഞാൻ ക്ലോക്ക് മേടിക്കാനെന്നല്ലേ പറയുന്നത് കേട്ടോ, എങ്കിലും ജൂൺ മാസത്തിലേക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നോക്കണം. 1 മാസത്തേക്ക്. ആ 1 മാസത്തെ റെഗുലർ പ്രെയർ കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വിലയിരുത്തിയിട്ട് പിന്നെ ജൂലൈ മാസത്തേക്ക് ഉണ്ടാക്കിയാൽ മതി. പറയത്തക്ക ഗുണമൊന്നുമില്ലെങ്കിൽ വെറുതെ മെനക്കെടാൻ പോകണ്ട. എനിക്ക് ഉറപ്പുണ്ട്, പ്രാർത്ഥന തുടങ്ങിയാൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ ആരംഭിക്കും. നമ്മൾ വിചാരിക്കാത്ത കൃപാവരങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ മേൽ ദൈവം ഫലമേൽപ്പിക്കും. നമ്മുടെ മുമ്പിലേക്ക് ആളുകളെ കൊണ്ടിട്ട് തരും. സ്തോത്രം. പ്രാർത്ഥന കൂടുന്തോറും, പ്രാർത്ഥന കുറച്ചിട്ട് ഓട്ടം കൂട്ടിയാൽ കുറെ കഴിയുമ്പോൾ നമ്മൾ കതച്ചു നിൽക്കും. എന്നാൽ പ്രാർത്ഥന കൂട്ടിയാൽ സ്വർഗം നമ്മൾ ഇരിക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. ചെയ്യാൻ ദൈവം വിശ്വസ്തനാകും. അപ്പൊ കൃത്യമായി ഇദ്ദേഹം 6 മണി നേരമായപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വെൺമാടത്തിൽ കയറി. വെൺമാടം എന്ന് പറയുന്നത് മാളികമുറിയാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. യഹൂദന്റെ വീട് സാധാരണ സ്തോത്രം 3 ഭാഗമാണുള്ളത്. താഴെ ഭൂമിക്കടിയിലേക്കൊരു സെല്ലാറ് കാണും, ഒരു അറയെന്നാണ് ബൈബിളിൽ വിളിക്കുന്നത്. സ്തോത്രം. അതിനകത്താണ് അവരുടെ രഹസ്യ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നത്, അറയ്ക്കകത്ത്. യേശു പറഞ്ഞു, അറയിൽ കയറി വാതിലടയ്ക്കുക. യഹൂദന്മാരുടെ വീടുകൾക്ക്, നല്ല വീടുകൾക്ക്, ഒരു സോളിഡായിട്ട് പണിയുന്ന വീടുകൾക്ക് അടിയിലേക്ക് ഒരു അറ കാണും.
സ്തോത്രം. ഗ്രൗണ്ട് ലെവലാണ് അവർ താമസിക്കുന്ന മുറികളും അടുക്കളയോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഇച്ചിരി കപ്പാസിറ്റി ഉള്ള യഹൂദനാണെങ്കിൽ മുകളിലേക്ക് സ്തോത്രം ഒരു മാളിക കാണും. ബൈബിളിൽ മാളിക മുറികളെക്കുറിച്ച്, പല മാളിക വീടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. മാളിക വീടുകളെക്കുറിച്ച് പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും. അത് അതിഥികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സ്തോത്രം യെരുശലേമിലും പരിസരത്തൊക്കെയുള്ള യഹൂദിയ നാട്ടിലെ പല മാളിക മുറികളും അവർ അതിഥികൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പെസഹ നടത്തിയതൊരു മാളിക മുറിയിലാണ്. അന്ന് അവിടെ വിരിച്ചൊരുക്കിയിട്ടിരിക്കുക. നിങ്ങൾ വിചാരിക്കരുത് യേശു സ്വർഗത്തിൽ നിന്ന് പോരുന്നതിനൊക്കെ മുമ്പ് നമ്മൾ ബോംബെ പോകുമ്പോൾ ഇവിടെ നിന്ന് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് പോകുന്നത് പോലെ കർത്താവ് ഇവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ട് വന്നതെന്ന് വിചാരിക്കരുത്. യെരുശലേമിൽ പല മാളിക മുറികൾ പെസഹായുടെ ദിവസങ്ങളിൽ ഇതുപോലെ അവിടെ വീടില്ലാത്ത പുറത്തുനിന്ന് വരുന്ന യഹൂദന്മാർക്ക് പെസഹ ആചരിക്കാൻ വേണ്ടി പല വീടുകൾ ഫ്രീ ആയിട്ട് ഒരുക്കിയിട്ടിരിക്കും. പക്ഷെ ഭാഗ്യം കൊണ്ട് യേശു പെസഹാക്ക് കയറി നമ്മുടെ മർക്കോസിന്റെ മാളികയിലായിരുന്നു. സ്തോത്രം എന്ന് മാത്രം. ഇതുപോലൊരു മാളിക മുറി തോൽക്കൊല്ലൻ കർത്തൃദാസന് വേണ്ടി ആ മുകളിലത്തെ നില മാറ്റിയിട്ട് കൊടുത്തു. അതിനകത്ത് വന്നിരുന്ന് പത്രോസ് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നടന്നൊരു സംഭവമാണ് ഇന്ന് പകലിച്ചത് വിശദീകരിച്ചു പറയാൻ ഞാൻ ആഗ്രഹിച്ചെങ്കിലും ചുരുക്കി പറയാം സമയത്തിനകം. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാളിക മുറിയിൽ കയറി, വെൺമാടത്തിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, വളരെ വിശന്നിട്ട്. വളരെ നാച്ചുറലായിട്ട് എഴുതിയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശന്ന. ഇപ്പൊ ഉപവാസം ഇരിക്കുന്ന സമയത്ത് വിശന്നാലും രക്ഷയൊന്നുമില്ല, പിടിച്ചു നിൽക്കുക നിവർത്തിയുള്ളൂ. പക്ഷേ സാധാരണ ഒരു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉച്ച സമയമായിരിക്കും. ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശന്നു. വിശപ്പ് നമ്മുടെ മൂഡ് കളയും, നമ്മുടെ കോൺസെൻട്രേഷൻ പോലും കളയും. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പോലും വിശക്കുവാണെങ്കിൽ നിർത്തിയിട്ട് ആഹാരം കഴിച്ചോളണം. അല്ലെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷനെ പോലും, നമ്മൾക്ക് ഉറക്കം വരുവാണെങ്കിൽ സൈഡിലിട്ട് ഉറങ്ങാനാണ് നമ്മൾ പഠിച്ചുള്ളൂ. പക്ഷേ ശരിക്കും പറയുന്നത് വിശന്നാൽ പിന്നെ ആഹാരം കഴിച്ചിട്ട് മുമ്പോട്ട് പോയെങ്കിലേ നന്നാവത്തുള്ളൂ. വിശന്നാൽ പിന്നെ പഠിത്തം പോലും നടക്കുകയില്ല, ഒന്നും നടക്കുകയില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിശന്നു, നന്നായി വിശക്കാൻ തുടങ്ങി. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, വളരെ വിശന്നിട്ട് ഭക്ഷിക്കാൻ ആഗ്രഹിച്ചു. വിശന്നാൽ ഉടനെ ആഹാരം ആഗ്രഹിച്ചു. പക്ഷെ അടുത്ത വാചകം അവർ ഒരുക്കുമ്പോഴേക്ക്, അതിനർത്ഥം എന്താ? ആഗ്രഹിച്ചപ്പോൾ കിട്ടിയില്ല. നമുക്ക് ആ സീൻ ഇങ്ങനെ നോക്കാം. മുകളിലത്തെ നിലയിലല്ലേ, മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് പത്രോസ് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 12-1 മണിന്ന് കൂട്ടിക്ക് ഉച്ചയ്ക്ക്. അപ്പോൾ താഴെ തോൽക്കൊല്ലനായിരിക്കുന്ന മുതലാളിയുടെ ഭാര്യയും സെർവൻ്റൊക്കെ കാണും. അവിടെ നിന്നാണല്ലോ ആഹാരം കഴിക്കുന്നത്. അപ്പോൾ മുകളിൽ ഏകദേശം സ്തോത്രം ഒരു മണി ഒരുക്കുകയാണെന്ന് എങ്ങനെ പത്രോസ് അറിഞ്ഞു? അന്വേഷിച്ചപ്പോഴല്ലേ അറിഞ്ഞത്. ചുമ്മാതൊക്കെ അവിടെ നിന്നുള്ള പ്രാർത്ഥനയെ വെളിപ്പാട് കിട്ടിയതാണ്, അല്ലല്ലോ. അപ്പോൾ എൻ്റെ ഭാവന പറയാം, മുകളിൽ നിന്നോട് താഴത്തേക്ക് വിളിച്ച് ചോദിച്ചു, ആൻറ്റി കഴിക്കാറായോ? അപ്പം ആൻറ്റി പറഞ്ഞു, പാസ്റ്ററെ ഒരു 15 മിനിറ്റ് കടുകോടെ വറുത്താൽ മതി, ബാക്കി എല്ലാം ആയിരിക്കും. അപ്പം അത്രയും സമയം, ഒരുക്കുന്ന സമയം, ആ സമയം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. ഞാനതിനെ ഇങ്ങനെ പറയാം, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, വിശപ്പോ ആഹാരമൊന്നും അല്ല ഇവിടെ പ്രധാനമായിട്ട് വിഷയമായി പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കുകയില്ല. സ്തോത്രം. ഇവിടെ ഭയങ്കരമായിട്ട് വിശന്നു. വിശപ്പിനൊക്കെ ബൈബിൾ കൊടുക്കുന്ന മീനിങ് ഉണ്ട്. ഒരു നേരത്തെ ആഹാരം കൊണ്ടോ ഒതുങ്ങുന്നതല്ല ബൈബിൾ പറയുന്ന വിശപ്പ്. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അത് ആ വിശപ്പ് നമുക്ക് ഒരിക്കലും ഹോട്ടലിൽ പോയി ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചാൽ മാറുന്നതല്ല. അതൊരു സംഭവത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുക. അത് നടക്കാതെ അടങ്ങത്തില്ല. സ്തോത്രം. അങ്ങനെയുള്ള ചില വാക്കുകളുണ്ട്. അപ്പൊ വിശന്നിട്ട് ആഗ്രഹിച്ചപ്പോൾ നടക്കാതെ പോയി. ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, സമയത്ത് ആഗ്രഹിച്ചപ്പോൾ നടക്കാതെ പോയെങ്കിൽ ആ നടക്കാതെ പോയ വിഷയത്തെ മറ്റൊരത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തെ കൊണ്ട് കഴിയും. അതാ നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ ഇന്ന് വളരെ ചുരുക്കി റെഡ്യൂസ് ചെയ്ത് പറയുന്നത്.
എന്താ അവിടെ സംഭവിച്ചത്? അങ്ങനെ പത്രോസ് ആഗ്രഹിച്ചപ്പോൾ ലഭിച്ചില്ല. അവന് മറുപടി കൊടുത്തു, ഒരുക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, ചില കാര്യങ്ങൾ 2024 നടക്കേണ്ടതായിരുന്നു. അന്ന് നമ്മൾ ആഗ്രഹിച്ചു, നടക്കുമായിരിക്കുമെന്ന് വിചാരിച്ചു, സാഹചര്യങ്ങളൊക്കെ അടുത്തു വന്നു. പക്ഷെ അന്ന് എന്തുകൊണ്ടോ സ്തോത്രം ആഗ്രഹിച്ചപ്പോൾ നടന്നില്ല. അന്ന് നമുക്കൊരു ദൂത് കിട്ടി, ഒരുക്കുകയാണ്, ഓൺ ദ വേ ആണ്. അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ കേട്ടോളണം, അതിനകത്തൊരു ദൂതുണ്ട്, അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. എല്ലാവരുടെയും കാര്യം നടന്നു, എൻ്റെ കാര്യം മാത്രം നടന്നില്ല. ഒരുക്കുകയാണ്. എല്ലാവരുടെയും പിള്ളേരുടെ കാര്യം നടന്നു, എൻ്റെ കൊച്ചൻ്റെ കാര്യം മാത്രം നടന്നില്ല. അതിങ്ങനെ സ്തോത്രം നീ ആഗ്രഹിച്ചു, വിശന്നു, ദാഹിച്ചു, ഓടി, കൈകാര്യം ചെയ്തു, പലവട്ടം പരീക്ഷ എഴുതി. ഇതൊക്കെ ചെയ്തിട്ടും നടക്കാതിരിക്കുന്ന ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോളണം, ആ സമയം കൊണ്ട് കർത്താവ് ഒരു വലിയ കാര്യം ചെയ്തു. ഞാനിങ്ങനെ വീണ്ടും അവിടെ കാണുന്നു, അവിടുത്തെ മൊത്തം കാര്യങ്ങൾ ബൈബിളിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് ബൈബിളിൽ അങ്ങനെ കിട്ടിയില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ ഗസ് വർക്ക് ചെയ്യല്ല, നമ്മൾ ആത്മീകത്തിൽ ചില കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കണം. അപ്പോൾ സ്തോത്രം, ഞാനിങ്ങനെ വിചാരിക്കുന്നു, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു 15 മിനിറ്റ് കൂട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി, ഒരുക്കുകയാന്ന് പറഞ്ഞ സമയം, ആ ഒരുക്കുകയെന്ന് പറഞ്ഞ 15 സമയം കൊണ്ട് പത്രോസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രാർത്ഥനയുടെ മൂടും പോയി, ആഹാരമൊട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം ബാൽക്കണിയിൽ നിന്ന് കടലിലേക്ക് നോക്കി നിന്നായിരുന്നെങ്കിൽ വിവശത ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നില്ല. ഇനി അങ്ങേരുടെ മൊബൈൽ ഉണ്ടെന്നിരിക്കട്ടെ, ഏതൊക്കെയാലും ഇനി പ്രാർത്ഥനയുടെ മൂഡ് പോയില്ല, എന്നാൽ ഇച്ചിരി നേരം മെസ്സേജ് മൊബൈൽ നോക്കിയിരുന്ന വിവശത ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. ആ ഒരുക്കുകയാണെന്ന് പറഞ്ഞ ആ സമയം കൂടെ ഇങ്ങേരിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ വേണമല്ലോ ഗ്രഹിക്കാൻ. നിങ്ങളാ പറഞ്ഞത് ബീച്ചിലാണ് വീട്, ബീച്ചിലേക്ക് നോക്കി നിന്നാൽ വിവശത ഉണ്ടാകില്ല. സ്തോത്രം. വേറെ എന്തിനാ? അപ്പൊ ആ ഗ്യാപ്പും കൂടി പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, കഴിഞ്ഞ ആണ്ടിൽ നടക്കേണ്ട കാര്യമായിരിക്കാം, നടന്നില്ലെന്നോർത്ത് പ്രാർത്ഥന നിർത്തരുത്. സ്തോത്രം. ജനുവരിയിലെ കയറി പോകേണ്ട കേസായിരിക്കാം, എല്ലാവരും പോയി, നമുക്ക് മാത്രം ഇച്ചിരി ഡിലേ വന്നു, അതുകൊണ്ട് മുഖം വീർപ്പിച്ചിരിക്കരുത്. വീണ്ടും വേറെ വഴിയില്ല, പിന്നെയും പ്രാർത്ഥന പായിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുക. സ്തോത്രം. ആ ഗ്യാപ്പിൽ ദൈവം എന്തോ കരുതി വെച്ചിട്ടുണ്ട്. ആ വിശന്ന ആ ടൈം, നീ ആഗ്രഹിച്ചപ്പോൾ കിട്ടാതെ പോയ സമയം, ആ ഒരു ചെറിയ സ്തോത്രം, ആ ലാഗ് ചെയ്ത സമയം, ആ സമയത്ത് മറ്റെന്തോ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഒരു നേരത്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കുക, എൻ്റെ പിന്നെ പ്രിയ കർത്തൃദാസന്മാരെ, അന്നേരം വിളിച്ചപ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മോളിൽ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ താഴേന്ന് അവർ പറയാന്നിരിക്കട്ടെ, അയ്യോ എത്ര നേരമായി വിളമ്പി വെച്ചിട്ട് പാസ്റ്റർ പ്രാർത്ഥിക്കുകയാണെന്ന് ഓർത്താ വിളിക്കാതിരുന്നേ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവിടുത്തെ രംഗം? അന്നത്തെ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നേരെ കോണിപ്പടി ഇറങ്ങി താഴെ ചെന്നേനെ. ഗസ്റ്റല്ലേ, പ്രത്യേകിച്ച് പത്രോസിനെ പോലത്തെ ആ കാലഘട്ടത്തെ അപ്പോസ്തലന്മാരിൽ ഒന്നാമനല്ലേ, നല്ല രീതിയിൽ ആഹാരം കഴിച്ചേനെ. അവസാനം ഒരു ഞാലിപ്പൂമ്പഴം കഴിച്ചിട്ട് അദ്ദേഹം പോയി കിടന്ന് ഉറങ്ങിയേനെ. പക്ഷെ ഈ പറയുന്ന ഒന്നും നടക്കാതെ പോയേനെ. പക്ഷെ ദൈവം ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടി ചോദിച്ചപ്പോൾ തന്നില്ല, വിശന്നപ്പോൾ തന്നില്ല, ആഗ്രഹിച്ചപ്പോൾ തന്നില്ല. നിങ്ങളോട് പറയാം, ചില കാര്യങ്ങൾ ദൈവമായ കർത്താവ് പ്രതീക്ഷിച്ചപ്പോൾ തരാതിരിക്കുന്നത് അതിനപ്പുറം ചില കാര്യങ്ങൾ ചെയ്യാനാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ മേഖലയും ഇതിനകത്ത് ആ ഉള്ളിൽ നിന്ന് അത് മാറിയിട്ട് കർത്താവ് അത് ഓപ്പൺ ചെയ്യാനിടയാകട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ്, ഇനി ആദ്യത്തെ പ്രാർത്ഥന ഒരു 45 മിനിറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞെന്നിരിക്കട്ടെ, അപ്പോഴാണ് അദ്ദേഹത്തിന് വിശന്നെന്ന് വിചാരിക്കട്ടെ. പിന്നത്തെ ആ ഗ്യാപ്പിൽ വന്ന 10 മിനിറ്റോ 15 മിനിറ്റോ പ്രാർത്ഥനയ്ക്കകത്താണ് ഇവിടെ എഴുതിയിരിക്കുന്നു, പെട്ടെന്നൊരു വിവശതയുണ്ടായി. വിവശത എന്നൊരു വാക്ക് വന്നതിൻ്റെ പേര് നമുക്കൊരു ഞെട്ടലുള്ള വാക്കണ്ട. ആ വാക്കിന് ഇത്രയേ അർത്ഥമുള്ളൂ. അതുവരെ ഇല്ലാത്ത ഗ്രീക്ക് വാക്കുണ്ടായിരുന്ന ആ വാക്കിന് 2 വാക്കുകളുടെ സംയോജനമാണത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അതുവരെ ഉണ്ടാകാത്ത ഒരാത്മീക അനുഭവം. സ്തോത്രം. അത്രയുള്ള അതിനർത്ഥം. വിവശതയായി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തലയും കുത്തി താഴെ വീണെന്നോ അല്ലെങ്കിൽ സ്തോത്രം ശരീരത്തിൽ നടന്നു പോയെന്നല്ല അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ? ഇത് ആത്മീകത്തിന് ഓരോ ലെവലുകളുണ്ട്.
ലെവലുണ്ട്. നമ്മളൊക്കെ അനുഭവിച്ച ഓരോ ലെവലുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദിവസം. നിങ്ങളും അങ്ങനെ ആയിരിക്കും. അന്യഭാഷയൊക്കെ നമ്മുടെ വായി നിർത്താൻ പറ്റാതിരുന്ന ദിവസം. വീട്ടിൽ പോയി ചോറ് കുഴമ്പി വെച്ചാലും വായിൽ അന്യഭാഷ വരുന്നു. ആ ഒരു അനുഭവം പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ പിന്നെ അത് നിയന്ത്രിക്കാൻ പഠിച്ചു. ഇതുപോലെ ചില സമയങ്ങൾ ഒരു മുഴുരാത്രി പ്രാർത്ഥനയിൽ സ്തോത്രം എന്താ പറയുക, പ്രാർത്ഥന ലീഡ് ചെയ്യാൻ വേണ്ടി നിന്നതാ. പക്ഷെ പറഞ്ഞ വാക്കിനകത്തൊരു ആത്മസാന്നിധ്യം വ്യാപരിച്ചിട്ട് പ്രസംഗിക്കാൻ വന്ന ദൈവദാസന് പ്രസംഗിക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു അനുഭവം പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും പ്രതീക്ഷ കൊള്ളണം. 2 പാട്ട് പാടി ആരെങ്കിലും 2 പേര് പ്രാർത്ഥിച്ച് ഇച്ചിരി നേരം പ്രസംഗിച്ച് സ്തോത്രം അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമെന്ന് വിചാരിക്കരുത്. ഇതിനകത്ത് ഭയങ്കര സാധ്യതയുണ്ട്. ആളുകളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിനകത്ത് മനസ്സൊരുക്കപ്പെട്ടാൽ ഇതുവരെ അനുഭവിച്ചിട്ട് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന പോലും ഇതിന് സാധ്യതയുണ്ട്. എപ്പോഴാന്ന് പറയാൻ ഒക്കില്ല. ചില സന്ദർഭങ്ങളിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത, ഉള്ളം കൊണ്ട് വഹിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ആ സമയത്ത് പ്രാർത്ഥന ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ചാരി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചതാ. അത്രയ്ക്ക് മാനസികമായിട്ട് ക്ഷീണമായിരുന്നു. പക്ഷെ ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങ് സഹായിക്കാൻ വന്നു. നമ്മുടെ അന്തരീക്ഷം അങ്ങ് മാറ്റി. ആ സമയത്തുണ്ടാകുന്ന ആത്മാവിൻ്റെ പകർച്ച ഒരുപക്ഷെ നമുക്ക് നല്ല മൂടുള്ള ദിവസം വ്യാപരിക്കുന്നതിനേക്കാൾ ശക്തമായിരിക്കാം. ഇച്ചിരി നേരം പ്രാർത്ഥിക്കാൻ വേണ്ടി രാവിലെ മുതൽ നമ്മൾ ഒരുങ്ങിയ ദിവസത്തേക്കാൾ ഹല്ലേലൂയ മാനസികമായി വേദനപ്പെട്ട ദിവസങ്ങളിൽ ആത്മാവ് കാര്യങ്ങൾ കൈയേറ്റാൽ ആ അനുഭവം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നിരിക്കുകയില്ല. ഏറ്റവും വേദനപ്പെടുന്ന സമയം, ആ സമയങ്ങളിൽ നമുക്ക് കിട്ടുന്നത് അത്രയ്ക്ക് ശക്തമായ അനുഭവങ്ങളായിരിക്കും. എന്താണെങ്കിലും ആ സമയം പെട്ടെന്നൊരു വിവശതയുണ്ടായി. സ്തോത്രം. ആ വിവശതയിൽ പത്രോസ് സ്തോത്രം ദർശനം കാണുന്നു, ദുപ്പട്ടിയാണ്, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഞാൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം മാത്രം പറയാം. ദുപ്പട്ടിയൊക്കെ വ്യാഖ്യാനിക്കേണ്ട കാര്യം ഇന്ന് ഇതിനകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പൊതുയോഗമൊക്കെ ആണെങ്കിൽ അത് സ്തോത്രം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദീകരിക്കാം. കാരണം സ്തോത്രം അവിടെ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ആത്മീകമായിരിക്കുന്ന അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഞാനൊരു യോഗത്തിൻ്റെ നല്ല സമയമായിരിക്കുന്നതുകൊണ്ട് ഞാൻ അവസാന ഭാഗത്തേക്ക് വരാം, കേൾക്കണേ. സ്തോത്രം. പത്രോസ് കുറച്ച് നാളായിട്ട് ഈ കടൽ തീരത്ത് തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ചർച്ചുണ്ടെന്നോ അവിടെ ഒരു യോഗം നടക്കുന്നുണ്ടെന്നോ അവിടെ എന്തെങ്കിലും ഒരു മിനിസ്ട്രി നടക്കുന്നുണ്ടെന്നോ ഒരു സൂചന പോലും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചു പോവുകയാണ്, സ്തോത്രം, ഒരു സുരക്ഷിതമായ സ്ഥലത്ത് അദ്ദേഹം അപ്പോസ്തലന്മാരിൽ ഒന്നാമനായിരിക്കുന്ന അദ്ദേഹം ഒരുപാട് കൃപയകത്തുള്ള, വെള്ളിയും പൊല്ലും എനിക്കില്ല, എനിക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ചാൽ പോലും ദൈവപ്രവൃത്തി നടക്കത്തക്ക രീതിയിൽ അത്രയ്ക്ക് വോൾട്ടേജ് ഉള്ളൊരു ദൈവദാസൻ എന്തുകൊണ്ടോ ഈ മാളിക മുറിയിൽ കുറച്ച് ദിവസമായിട്ട് തമ്പടിച്ചിരിക്കുക. ഇദ്ദേഹത്തെ ദൈവം തമ്പുരാന് ഇതിനപ്പുറത്തൊരു നിലവാരത്തിലേക്ക് കൊണ്ടുപോകണം. ഞാൻ എൻ്റെ ആത്മീക ഭാഷയിൽ പറയാം, ഈ മാളിക മുറിയിൽ നിന്ന് അവനെ പുറത്തിറക്കണം. ഇനിയും ശുശ്രൂഷയിലേക്ക് അവനെ കൊണ്ടുപോകണം. സ്തോത്രം. അവിടെ നിന്ന് ഈ ദർശനം മുഖാന്തരം പത്രോസ് പോയത് കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്കാണ്. പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഒഴിവൊഴികൾ കുറേ പറഞ്ഞു. ഈ 3 വട്ടം ദർശനം കൊടുത്തിട്ടും ഒരു ഹാപ്പി മൈൻഡിലല്ല പോയത്. അറിയാലോ. സ്തോത്രം. യേശുവിനെ അങ്ങോട്ട് പഠിപ്പിക്കുകയായിരുന്നു. കർത്താവാണ് ദർശനം കഴിഞ്ഞ് പറഞ്ഞു, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, എന്നെ അറിയാലോ എന്നൊക്കെ പറഞ്ഞ് അതിവിശുദ്ധനായിട്ട് അങ്ങ് പറയുകയായിരുന്നു അദ്ദേഹം. എന്നിട്ട് യേശു ലാസ്റ്റ് പറഞ്ഞു, നമ്മുടെ ഭാഷയെ പറഞ്ഞു, നിനക്ക് ഇനി പറ്റുമെങ്കിൽ ചെയ്തിക്കൊള്ളുന്നു കാണിക്കാതെ പറഞ്ഞ് തുപ്പട്ടി തിരിച്ചെടുത്തു. കാരണം എന്താ പറഞ്ഞത്, എടാ ഞാൻ വിശദീകരിച്ചതിനെ നീ മലിനമെന്നുണ്ടെന്ന് എന്താ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ വന്ന് ബെല്ലടിച്ചു. പിന്നെ എന്താണെന്ന് പറഞ്ഞ് ഒരു ദിവസം താമസിച്ച് തിരിച്ച് അവർ പോവുക ചെയ്തത്. അവിടെ ചെന്നപ്പോൾ നടന്ന എന്താണെന്നറിയാമോ? അവിടെ ചെന്നപ്പോൾ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ യൂദയുടെ വീട്ടിലിരിക്കുന്ന പോലെ ശീമോൻ്റെ വീട്ടിലിരിക്കുന്ന പോലെ 3 നേരം കഴിച്ച് വെറുതെ പ്രാർത്ഥിച്ചൊതുങ്ങിയല്ല. സ്തോത്രം. അവിടെ ചെന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടെ കാത്തിരിക്കുക. ആ യോഗത്തിൻ്റെ സംഘാടകർ പറഞ്ഞത് ഇങ്ങനെയാണ്, സ്തോത്രം, ഞങ്ങൾ നിന്റെ വരവും കാത്തിവിടെ കാത്തിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ. സ്തോത്രം. അവിടെ നിന്ന് ശുശ്രൂഷ ആരംഭിക്കുക. ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ ഇരിക്കുന്ന ജനം ഫ്രഷാണ്. ഇതുപോലെ 25 വർഷമായിട്ട് സ്നാനപ്പെട്ടിരിക്കുന്നവരല്ല, ആദ്യമായിട്ടിരിക്കുന്ന ആ കൂട്ടത്തിൻ്റെ നടുവിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. എനിക്ക് തോന്നുന്നില്ല പത്രോസ് അവിടെ പ്രസംഗം പൂർത്തീകരിച്ചെന്ന് എഴുതിയിട്ടില്ല.
പ്രസംഗം പൂർത്തീകരിക്കുന്നതിനേക്കാൾ മുമ്പ് സ്നാനത്തിന് ആളുകൾ തയ്യാറായി. നമ്മളെ സംബന്ധിച്ച് സഭാ വളർച്ചയെ വിശ്വസിക്കുന്ന, ആത്മീകതയെ വിശ്വസിക്കുന്ന, ദൈവകൃപയെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു ഭയങ്കര മൂവ്മെന്റ് ആണ്. സുരക്ഷിതമായി ഏതെങ്കിലും ഒരു ഫ്ലാറ്റിലോ വീട്ടിലോ ഈ ശീമോന്റെ വീട്ടിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നിരുന്ന് വെറുതെ തുരുമ്പിക്കുന്നതിനേക്കാൾ കർത്താവിന് നിന്നെ മറ്റൊരു മേഖലയിൽ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാനുണ്ട്. ഞാൻ ഇങ്ങനെ പറയാം, ഒരു പ്രസംഗം മുഴുവൻ തീരുന്നതിനേക്കാൾ മുമ്പ് ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്ന ഒരു ലെവലിലേക്ക്, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെ നിങ്ങൾക്ക് ആത്മാവിലൊരു ഉയർന്ന ചിന്തയോടെ ചിന്തിക്കാമോ? സ്തോത്രം, ഹല്ലേലൂയ. ഒരു പ്രസംഗം മുഴുവൻ തീരുന്നതിനേക്കാൾ മുമ്പ് തീർന്നില്ല. പത്രോസ് അവിടെ പ്രസംഗിച്ച് എല്ലാരെയും എഴുന്നേപ്പിച്ച് നിർത്തി കൈവക്കിച്ച് അവസാനം കൊയറൊരു പാട്ടുപാടി. അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ പല പ്രസംഗവും തീരുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ്, പ്രസംഗം തീരുന്നതിനേക്കാൾ മുമ്പ് പരിശുദ്ധാത്മാവ് ചാടി ഇറങ്ങി വന്ന് ജനത്തിന്റെ മേൽ വ്യാപരിച്ചു. അവർ ആത്മാവിൽ നിറയാൻ തുടങ്ങി. സ്തോത്ര, ജാതീയ മണ്ഡലത്തിലേക്ക് ഒരു വലിയ ഉണർവിന്റെ വേലിയേറ്റം തന്നെ ദൈവം സംഭവിപ്പിച്ചു. കർത്താവിന്റെ ആത്മാവ് ഇന്ന് ഈ പകൽക്കാലം നിങ്ങളെ ഓർപ്പിക്കുന്നു. മരവിച്ചു പോയ ചിലരെ പുറത്തിറക്കാൻ, ചോദിച്ച സമയത്ത് ചിലത് തരാതെ, നീ ആഗ്രഹിച്ചപ്പോൾ തരാതെ, വിശന്നപ്പോൾ തരാതെ, നിന്നെ പിന്നെയും പ്രാർത്ഥിക്കാൻ ഇരുത്തിയത് അടുത്തൊരു തലത്തിലേക്ക്, അടുത്തൊരു മേഖലയിലേക്ക് ദൈവം തമ്പുരാന് കൊണ്ടുപോകാൻ. എനിക്ക് ലഭിക്കുന്ന പ്രകാശനം മുഴുവൻ ഞാൻ പറയാം. സ്തോത്രം, ഹല്ലേലൂയ. 50 പ്രസംഗം പ്രസംഗിച്ചാലും ഒരു മാറ്റവും ഇല്ലാത്തവരുടെ ഇടയിൽ നിന്ന് ഒരു പ്രസംഗം പ്രസംഗിച്ച് തീരുന്നതിനേക്കാൾ മുമ്പ് വലിയ മാറ്റം ഉളവാക്കുന്ന അടുത്തൊരു മേഖലയിലേക്ക് ചിലരെ നയിക്കാൻ കർത്താവിന്റെ ആത്മാവിട്ട പദ്ധതിയാണ് ഈ പ്രാർത്ഥന. ആത്മാവിന്റെ പുതിയ അനുഭവങ്ങൾ, ഇതുവരെ കേറിയിട്ടില്ലാത്ത, ഇതുവരെ ചെന്നിട്ടില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. അടുത്ത സഭായോഗങ്ങളിൽ നമ്മുടെ പിള്ളേരെ സാക്ഷി നിർത്തി, നമ്മുടെ കുഞ്ഞുങ്ങളെ സാക്ഷി നിർത്തി, PMG ചർച്ച്, പാളയം ചർച്ചിൽ താഴെയോ മോളെയോ എവിടെയാകട്ടെ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആത്മീക തലങ്ങൾ വെളിപ്പെടുന്ന രീതിയിലേക്ക് സ്വർഗം ചില കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ടൊന്നും ആയിരിക്കുകയില്ല. വിശപ്പ് തീർന്നു കാണില്ല, ചോദിച്ചപ്പോൾ കിട്ടിക്കാണില്ല, പക്ഷെ ആ സന്ദർഭങ്ങളെയെല്ലാം ആത്മതലങ്ങളാക്കി മാറ്റാൻ ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്നവരെ, പുതിയ നിയമത്തിനകത്ത് 3 വിവശത ഉണ്ടായതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. 3 പേർക്ക്, 3 പേര് ഒറ്റപ്പെട്ട് വല്ലാത്തൊരു സ്ഥിതിയിൽ കിടക്കുന്ന സമയം. ഇവിടെ പത്രോസിന് വല്ലാതെ വിശന്നപ്പോൾ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ പശ്ചാത്തലം, ആ വിവശത പത്രോസിനെ ശീമോന്റെ വീട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യുന്നല്ല, അവിടെ നിന്ന് ദൈവം പിടിച്ചിറക്കി. സ്തോത്രം. അവനെ അടുത്തൊരു ഉണർവിൻ്റെ വേദിയിലേക്ക് ദൈവം കൊണ്ട് കയറ്റി, കൂട്ട സ്നാനത്തിലേക്ക് നയിച്ചു. രണ്ടാമത് ഒരു വിവശത, സ്തോത്രം, ഉണ്ടാകുന്നത് അപ്പോസ്തല പ്രവൃത്തി തന്നെ 22-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, 17-ാം വാക്യം, 22-17. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു. അത് പൗലോസാ പറയുന്നത്. പൗലോസിന്റെ ഒരുപാട് പ്രാർത്ഥനകൾ ബൈബിളിലുണ്ട്. ഈ പ്രാർത്ഥനയെ വളരെ ശ്രദ്ധിക്കണം. ഈ പ്രാർത്ഥന ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം എന്നാ പറഞ്ഞത്. യെരൂശലേം ദൈവാലയത്തിൽ. അപ്പോസ്തല പ്രവൃത്തിയിൽ തൻ്റെ സാക്ഷ്യം പറയുകയാണ് ഈ 22-ാമത്തെ അധ്യായത്തിൽ. അപ്പം അദ്ദേഹം പറയുകയാണ്, ഞാൻ ദമസ്കോസിൻ്റെ പടിക്ക് വെച്ച് കർത്താവിനെ കണ്ടു, ഞാൻ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെട്ടു. കുറച്ച് നാൾ ഞാൻ ദമസ്കോസിലെ ശിഷ്യന്മാരുടെ കൂടെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അറേബ്യയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ യെരൂശലേമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നടന്ന സംഭവ വികാസങ്ങളാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്.
യെരുശലേമിലേക്ക് ചെന്നപ്പോൾ അവിടെ സംഭവിച്ചത്, യെരുശലേമിലെ അപ്പോസ്തലന്മാർ പൗലോസിനെ കൈക്കൊണ്ടില്ല. 9-ാം അധ്യായമൊക്കെ നിങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. സംശയിച്ചു, ഒരു ശിഷ്യൻ എന്ന് കൈക്കൊണ്ടില്ല. പിന്നെ ബർന്നബാസ് വന്ന് ശിഷ്യൻ അവരോട്, അപ്പോസ്തലന്മാരോട്, അവനെ ഭയപ്പെടേണ്ട, കർത്താവിനെ സന്ദർശിച്ച് കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അവർ യെരുശലേം സഭയിൽ ഒരു സാക്ഷ്യം പറയാൻ പോലും സമയം കൊടുത്തത്. ഈ ഇടവേള, ഈ സമയം പൗലോസിൻ്റെ മനസ്സിനകത്ത് യഹൂദന്മാരുടെ പ്രമാണിയായിരുന്ന, അല്ലെങ്കിൽ പ്രധാനിയായിരുന്ന സെനദ്രീം സംഘത്തിൻ്റെ അംഗമായിരുന്നു എന്ന് പറയുന്നു നല്ല ചെറുപ്പത്തിൽ. ആ പശ്ചാത്തലത്തിലിരുന്ന, ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നതനുസരിച്ച് പരീശനായിരുന്ന, ആ മതപരമായിട്ട് എരിവുണ്ടായിരുന്ന ആ മനുഷ്യൻ യഹൂദാമതം വിട്ടു വളരെ പ്രതീക്ഷയോടെ യെരുശലേമിലെ സഭയിലേക്ക് വന്നപ്പോൾ സഭക്കാർ മൈൻഡ് ചെയ്തില്ല. അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങളാരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. പക്ഷെ അത് അനുഭവിച്ച ചില ആളുകളെ എനിക്കറിയാം. നമ്മളിപ്പോൾ ഞങ്ങളുടെ അച്ഛനൊരു ഒരു ഹിന്ദു പശ്ചാത്തലം വിശ്വാസത്തിൽ ഒരു അമ്മയും മോളുണ്ട്. ഇപ്പോൾ അവർ കല്യാണം കഴിച്ച് നല്ല രീതിയിൽ പോകുന്നു, മക്കളെ കല്യാണം കഴിച്ച്. അപ്പോൾ അവർ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ വെച്ച്, ഹൈന്ദവ പശ്ചാത്തലത്തിലുണ്ടായിരുന്ന അവർ ഉപവാസ പ്രാർത്ഥനയിൽ വെച്ച് വേറൊരു ഒരു 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 പ്രസ്ഥാനം നടത്തി ഉപവാസ പ്രാർത്ഥന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ആ പ്രസ്ഥാനത്തിന് സഭയില്ല, അവർ ഉപവാസം നടത്തിയതാണ്. ബദനി അക്കാഡമിയിൽ വെച്ചായിരുന്ന ഫാസ്റ്റ് പ്രയർ നടന്നൊരു വെക്കേഷൻ സമയത്ത്. അപ്പോൾ ഒത്തിരി പേര് പങ്കെടുത്തു. അന്ന് ഞാൻ വെണ്ണിക്കുളത്തിൽ നിന്നൊക്കെ 25-27 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അതിനകത്ത് പല ആളുകൾ പങ്കെടുത്തു. അതിനകത്ത് ഒരു ജോലിക്കായി വേണ്ടി മറ്റു നാട്ടിൽ നിന്ന് വെണ്ണിക്കുളത്ത് വന്നിരുന്ന ഈ അമ്മ ഹിന്ദു ആയിരുന്നു, മോളും പോയി, അവർ തകർന്നവരായിരുന്നു, പോയി പങ്കെടുത്തു. പതിവായി വചനം കേട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. 21 ദിവസം കഴിയുമ്പോഴത്തേക്കും സംഘടനക്കാർ യോഗം നിർത്തി അവർ പോയി. ഇവർക്ക് പിന്നെ സഭയുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം. അങ്ങനെ ഇവർ വേറൊരു മുഖ്യധാര സഭയിലേക്ക് ചെന്നു. സഭയിലേക്ക് ചെന്നപ്പോൾ 2 ആഴ്ച ചെന്നിട്ട് സഭയിൽ ആരും അവരോട് മിണ്ടിയില്ല. എവിടെ വന്നതെന്ന് പോലും ചോദിച്ചില്ല. 1000 വിശ്വാസിയുള്ള സഭയൊന്നും അല്ലെന്ന് ഓർത്തോളം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മിണ്ടാൻ ഒത്തിരുന്നിരിക്കാം. കൂടിക്കഴിഞ്ഞാൽ 10-20 ഫാമിലിയുള്ള 50-70 പേര് മാത്രം ആരാധിക്കുന്ന ഒരു സഭയിലേക്ക് പുതുതായിട്ട് 2 പേര് ചെന്നിട്ട് കണ്ടാൽ വലിയ ലുക്കൊന്നുമില്ല. അതുകൊണ്ടായിരിക്കാം അവരോട് ആരും ചോദിച്ചില്ല എവിടെ നിന്നാ വന്നേ. 2 ആഴ്ച ചെന്നിട്ട് ആരും കൈ കൊടുക്കാത്തത് കൊണ്ടും മിണ്ടാത്തത് കൊണ്ടും അവർ 3-ാം ആഴ്ച പോലെ പോയില്ല. തിരിച്ച് അമ്പലത്തിലേക്ക് പോയി വിളക്ക് കത്തിക്കാൻ അവരെ കൊണ്ട് പറ്റത്തുമില്ല. കാരണം അവർ സത്യം അറിഞ്ഞ് സ്നാനപ്പെട്ടു പോയില്ലേ. അവർ വിചാരിച്ചു അവർ പള്ളിയിലേക്ക് പോകാൻ, കത്തോലിക്കിലേക്ക് ഓർത്തഡോക്സിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ബോധം അവർക്കുണ്ടായി. അതുകൊണ്ട് പെന്തിക്കോസ്ത് ചർച്ചിലേക്ക് ചെന്നപ്പോൾ അവർ കൈക്കൊള്ളാത്തതിൻ്റെ പേരിൽ അവർ ആ സങ്കടത്തിൽ 2 കൊല്ലം അവരുടെ ആ വീട്ടിൽ പ്രാർത്ഥിച്ചിരുന്നു. അന്ന് അവരോട് ദൈവം പറഞ്ഞു, നീ ഇനി എങ്ങും പോകണ്ട, സഭ നിന്നെ തേടി ഇങ്ങോട്ട് വരും. ഞാൻ വെണ്ണിക്കുളത്ത് ചെന്ന് പ്രവർത്തനം തുടങ്ങുന്ന ഒരു ഡോക്ടറുടെ വീട്ടിലാണ്. ആ ഡോക്ടറുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത് ഇപ്പോൾ ഒരമ്മയാണ്. ആ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ അവർ കരഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ആരും കൈക്കൊണ്ടില്ല, ഞങ്ങളിനി വേറെ സഭക്കാരെ അറിയില്ല, അവർ നമ്മൾ മിണ്ടി പോലും ഇല്ല. ഇതൊരു വലിയ കാര്യമാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ മനുഷ്യനല്ലേ, വിഷമം ഉണ്ടാവും. അപ്പോൾ ദൈവം, അവർ രാത്രി കരഞ്ഞു കിടന്ന് ഉറങ്ങുമ്പോൾ ദൈവം പറഞ്ഞു, നീ എങ്ങും പോകണ്ട, ഇങ്ങോട്ട് സഭ വരും. അതും കാത്തിരുന്നു. അതിനിടയിൽ ആ ഡോക്ടറോട് ഇവർ സുവിശേഷം പറഞ്ഞ് ഡോക്ടർ രഹസ്യത്തിൽ പോയി വിശ്വാസത്തിൽ വന്നു. PG വർഗീസ് അവരെ സ്നാനപ്പെടുത്തി. അങ്ങനെ അവരവിടെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇവരെ കാണുന്നു, അങ്ങനെ ചെല്ലുന്നു. അങ്ങനെ ആ ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ സഭ തുടങ്ങുന്നത്. അവരാണ് ഞങ്ങളുടെ ആദ്യത്തെ വിശ്വാസി. സ്തോത്രം. അവരോട് ദൈവം പറഞ്ഞു സഭ ഇങ്ങും വരുമെന്ന് പറഞ്ഞു. ഏകദേശം 3.5 കൊല്ലത്തോടത്തോളം അവരുടെ ബിൽഡിങ്ങിൽ സഭ അങ്ങ് ചെന്നു, അവിടെ തുടങ്ങി, ആരാധന തുടങ്ങി. അങ്ങനെയായി. അപ്പം ആ അമ്മ എപ്പോഴും പറയും, നമ്മൾ നിന്ന പാരമ്പര്യം വിട്ടിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ നടുവിലേക്ക് വരുമ്പോൾ അവർ നമ്മളെ കൈക്കൊണ്ടില്ലെങ്കിലുള്ള മാനസിക പ്രയാസം എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും, പാസ്റ്ററെ. അപ്പോൾ അതുകൊണ്ട് ആ അമ്മ ഞങ്ങളുടെ ചർച്ചയിൽ ആര് വന്നാലും, ഇന്ന് ഞങ്ങളുടെ ചർച്ചയിൽ യോഗം കഴിയുന്ന വഴി എല്ലാവരെയും കണ്ട് മിണ്ടും, എല്ലാവരോടും വർത്തമാനം പറയും, എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കും, പാസ്റ്ററെ കണ്ടോന്ന് ചോദിക്കും. ഒരു വോളണ്ടിയറായിട്ട് എല്ലാവരുടെ അടുക്ക് ചെന്ന് മിണ്ടും. കാരണം അവർക്കറിയാം ഒരു യോഗത്തിൽ വന്നിട്ട് ആരും മൈൻഡ് ചെയ്യാതെ വിട്ടാലുള്ള വേദന. സ്തോത്രം. ആരെങ്കിലൊക്കെ വരുവാണെങ്കിൽ അവരെ ചിരിച്ചൊന്നും മിണ്ടുന്നത് നല്ലതായിരിക്കും കേട്ടോ, നമ്മുടെ എത്ര നല്ല ആൾക്കാരാണെങ്കിലും. കാരണം ആ ഫീലിംഗ് ഉണ്ടെന്നുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ആളുകൾക്ക്. പൗലോസിന് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായി. വലിയ പുള്ളിയായിരുന്നല്ലോ അദ്ദേഹത്തെ. കർത്താവ് ഇവിടെ വന്നപ്പോഴത്തേക്കും അവരാരും കൈക്കൊണ്ടില്ല.
അതിൻ്റെ വേദന മുഴുവൻ പുള്ളി തീർത്തത് ഗലാത്യ ലേഖനം എഴുതുമ്പോഴാണ്. ഗലാത്യ ലേഖനത്തിന് അത് എഴുതിയിട്ടുണ്ട്, പ്രമാണിമാർ അവരാരായിരുന്നാലും എനിക്കൊന്നുമില്ല, ഞാൻ അവരിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല, അവരെനിക്കൊന്നും തന്നിട്ടില്ല. വായിച്ചിട്ടുണ്ടോ? ഏത് പ്രമാണിമാരുടെ കാര്യം ഈ പറയുന്നതെന്നറിയാമോ? അവിടെ വായിച്ച കൃത്യമായിട്ട് അറിയാം. യെരുശലേമിൽ ചെന്നപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന അപ്പോസ്തോലിക നിരയിൽ ഒന്നാമരായിരുന്ന അപ്പോസ്തോലന്മാരെയാണ് അദ്ദേഹം പ്രമാണിമാർ എന്ന് വിളിച്ചത്. എന്നിട്ട് ഗലാത്യർക്ക് എഴുതിയപ്പോൾ എഴുതി, എനിക്ക് ആരുടെയും കാര്യമൊന്നുമില്ല, കാരണം ഞാൻ പറയുന്ന സുവിശേഷം പോലും എൻ്റെ കർത്താവ് എന്നെ ഭരമേൽപ്പിച്ചതാണ്. സ്തോത്രം. അങ്ങനെ എഴുതിയത് ഇച്ചിരി മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയത്. മനുഷ്യനല്ലേ, ഇതൊക്കെ എഴുതേണ്ട വന്നാൽ എഴുതും, അത്രേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ആ വിഷമത്തിൽ യെരുശലേമിൽ ചെന്നപ്പോൾ സഭക്കാർ കൈക്കൊള്ളാതിരുന്നപ്പോൾ ആ നൊമ്പരത്തിൽ അദ്ദേഹം നേരെ ദൈവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ മുമ്പോട്ട് പോകണോ പുറകോട്ട് പോകണോ എന്നറിയില്ല, കൈക്കൊള്ളാൻ ആളില്ലല്ലോ, എന്ത് ചെയ്യുന്നറിയില്ല. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന തൻ്റെ ഭാവി ഇറടഞ്ഞിരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ പ്രാർത്ഥനയിൽ മനസ്സ് നൊമ്പരപ്പെട്ട് ഒരുപക്ഷെ തേങ്ങിക്കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിവശതയുണ്ടായി. ഏറ്റവും മനസ്സിടിയുന്ന സമയം പാഴാക്കരുത്. ആ സമയം ആരുടെയും കൂട്ടുപിടിക്കാൻ പോലും പോകരുത്. ഒരടച്ചിട്ട മുറിക്കകത്ത് നെടുമ്പാട് വീണ് കിടന്ന് കർത്താവിൻ്റെ കാലേ വീണാൽ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ആത്മീയ അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മളെ നടത്തും. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമോ എന്നറിയാൻ കമൻട്രി ഒന്നും നോക്കിയാൽ കിട്ടിയല്ല. ഞാൻ ഒരുപാട് പേരുടെ വ്യാഖ്യാന പുസ്തകങ്ങൾ നോക്കി, അവരെല്ലാം ഇത് സ്കിപ്പ് ചെയ്ത് വിട്ടുള്ളൂ. പിന്നെ എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അസ്വസ്ഥനാവും. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ഇങ്ങനെ ദൈവത്തോട് ബലം പിടിക്കാൻ തുടങ്ങും. കർത്താവേ സ്തോത്രം, ഇയാൾ എന്തിനാ യെരുശലേം ദേവാലയം വിട്ടുപോകുന്നയാൾ പിന്നെ യെരുശലേം ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് എന്തിനാ? നിങ്ങളാണെങ്കിൽ പോവോ? ഇപ്പം നിങ്ങളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഓർത്തഡോക്സ് ചർച്ചിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. നിങ്ങൾ അവിടെ നിന്ന് വിട്ടുപോകുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇവിടെ വന്നതിന് ശേഷം പിന്നെ നിങ്ങളെ എങ്ങാൻ ആ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടാൽ, നിങ്ങളുടെ പാസ്റ്റർ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ യെരുശലേം ദേവാലയമൊക്കെ അവർ വിട്ടുപോകുന്നതല്ലേ, വിട്ടുപോന്നിട്ട് പിന്നെ അദ്ദേഹം അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ വിവശതയിലായി. ഇനി അവർ തമ്മിലുള്ള ഡയലോഗുകൾ ആര്? യേശു പിന്നെ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത്. യേശുവിനെ കണ്ട മാത്രയിൽ യേശു പറഞ്ഞതും അവൻ തിരിച്ചു പറഞ്ഞതുമായ ഡയലോഗുകൾ നിങ്ങൾ നോക്കി അവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ? മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചത് അവനെ കണ്ടു. യേശു എന്താ പറയുന്നത്? നീ ബന്ധപ്പെട്ട് വേഗം യെരുശലേം വിട്ടു പോകുക. നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ, നീ എന്നെക്കുറിച്ച് പറയുന്ന സുവിശേഷം എന്നല്ല, നീ എന്നെക്കുറിച്ച് പറയുന്ന ഉപദേശം എന്നല്ല, നീ പറയുന്ന ദൈവശാസ്ത്രം എന്നല്ല, പിന്നെ എന്താ? സാക്ഷ്യം. പൗലോസിന്റെ സാക്ഷ്യം എന്താ? ഞാൻ ദമസ്കോസിലേക്ക് സഭയെ ഉപദ്രവിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് സ്തോത്രം നട്ടുച്ച നേരത്ത് സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചം കണ്ടു. ആ വെളിച്ചം എൻ്റെ മേൽ ചുറ്റി വീണു. ഞാൻ താഴെ വീഴുന്ന സമയത്ത് ശൗലേ ശൗലേ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് ശബ്ദം കേട്ടു. നീ ആരാവുന്ന കർത്താവെന്ന് ചോദിച്ചു. സ്തോത്രം, ഞാൻ നീ ഉപദ്രവിക്കുന്നു. ഇതല്ലേ സാക്ഷ്യം? ഇത് വന്ന് യെരുശലേമിൽ വന്ന് പറയുകയാണ്, സഭയെ വന്ന് പറയുക, സഹോദരന്മാരെ ഞാൻ സഭയെ ഉപദ്രവിച്ച ആളാണ്, പക്ഷെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ആ അനുഭവം സ്തോത്രം, ഞാൻ സഭയെ ഉപദ്രവിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഞാൻ വാഹനമുറത്തിൽ താഴെ വീണു. ഞാൻ താഴെ വീഴുമ്പോൾ സ്തോത്രം എന്നോട് ശബ്ദം പറഞ്ഞു, നീ 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 എന്നെ ഉപദ്രവിക്കുന്നു, നീ ആരാന്ന് ചോദിച്ചപ്പോൾ യേശുവാന്ന് പറഞ്ഞു. ഞാൻ യേശു എന്നെ നേരിട്ട് മാനസാന്തരപ്പെടുത്തിയതാണ്. ഇതാണ് സാക്ഷ്യം. ഇത് യെരുശലേം സഭയിൽ വന്ന് പറഞ്ഞപ്പോൾ അവരാരും പറഞ്ഞില്ല, മനസ്സിലിരുന്നാൽ മതി സ്തോത്രം, അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ മാനസാന്തരപ്പെട്ടത്, സ്തോത്രം കൊണ്ട് അങ്ങനെയൊന്നും വരികയല്ല എന്ന് പറഞ്ഞ് അവരങ്ങ് അതിനെ അതുകൊണ്ട് യേശു പറഞ്ഞു, മോനെ നീ പറയുന്ന സാക്ഷ്യം അവര് കൈക്കൊള്ളില്ല. ഞാൻ നിന്നെ സന്ദർശിച്ചെന്നും നീ എന്നെ കണ്ടെന്നും അതൊന്നും പറഞ്ഞാൽ അവർക്ക് ഏക്കുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്തിനാ അത് സ്തോത്രം? അതുകൊണ്ട് എന്നോട് കൽപ്പിച്ചു. പെട്ടെന്ന് പൗലോസിന്റെ മറുപടിയാണ്, കർത്താവേ നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളി തോറും അടുപ്പിക്കുകയും ചെയ്തു എന്നും നിന്റെ സാക്ഷിയായ സ്തേഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച് അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇനി ആ തിരിച്ചുള്ള ഡയലോഗ് യേശു പറയുന്നു, പൗലോസേ നീ ഈ പറയുന്ന സാക്ഷിയൊന്നും ഇവിടെ ഏക്കുകയല്ല, ഇവര് സമ്മതിക്കുകയല്ല, കൈക്കൊള്ളുകയല്ല.
എന്ന് പറഞ്ഞ മാത്രമേ പൗലോസ് പറയുകയാണ്. നിങ്ങൾ ആ ഡയലോഗ് എങ്ങനായിരിക്കും യേശുവിനോട് പറഞ്ഞത് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിൽ കാണാമോ? പറഞ്ഞത് ഇതാണ്: കർത്താവേ, സ്തോത്രം. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളി തോറും അടുപ്പിക്കുകയും ചെയ്തു എന്ന് നിന്റെ സാക്ഷിയായ സ്തേഫാനോസ് രക്തം ചൊരിഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചരികെന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുനിന്ന് അവർ അറിയുന്നല്ലോ എന്ന് പറഞ്ഞത് എങ്ങനെ? ഡയലോഗുകൾക്ക്, വാക്കുകൾക്ക് നമ്മുടെ ശരീരഭാഷയും ശൈലിയും നമ്മുടെ വോയിസും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. എങ്ങനെയായിരിക്കും പറഞ്ഞത്? കർത്താവിൻ്റെ അടുക്കിലേക്ക് കൈയൊക്കെ ചുരുട്ടി വെച്ചുകൊണ്ട് മുണ്ടും മടക്കുന്നതുകൊണ്ട് ഞാൻ ആരാന്നവർക്ക് അറിയില്ല. ആ സ്റ്റൈലിലാണോ പറഞ്ഞത്? അങ്ങനെ ആയിരിക്കുമോ? അത് കേട്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ ആരാന്നറിയില്ല, ഞാൻ പഴയ പരിപാടി പിന്നെ എടുക്കേണ്ട വന്നാൽ എല്ലാം കാണിച്ചു തരാം, ആ സ്റ്റൈലിലാണോ പറഞ്ഞത്? അല്ല. ഇതൊരു സെൻറ്റിമെൻ്റൽ ഫീലിങ്ങിനാണ് പറയുന്നത്. എങ്ങനെ പറയുന്നത്? കർത്താവേ, അവരെ കുറ്റം പറയണ്ട, ഞാൻ അത്ര നല്ലവനൊന്നും അല്ലല്ലോ, ഞാൻ ആരായിരുന്നു എന്ന് അവർക്കറിയാം. പ്രത്യേകിച്ച് ഈ പട്ടണത്തിൽ വെച്ച് ഞാൻ നിന്റെ സാക്ഷിയായ സ്തേഫാനോസിനെ കൊല്ലുമ്പോൾ ഞാൻ അതിന് വസ്ത്രം കാത്തുകൊണ്ട് നിന്ന് അനുവാദം കൊടുത്തു, അതൊക്കെ അവർക്കറിയാം. അതൊരു ഞാൻ ചോദിക്കുന്നു, സ്തേഫാനോസിനെ കൊന്ന കാര്യമൊക്കെ കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇവനെ അപ്പോസ്തോലനാക്കിയതിന് ശേഷം എന്തിനാ പഴയ കഥ ഇപ്പൊ പറയുന്നേ? അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നിന്നെ അതൊക്കെ യേശുവിനറിയില്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ അതിനെ പിടിച്ചിരിക്കുന്നേ? ചിതത്തിന്റെ അകത്ത് ഒരു മ്ലാനതയായി. അദ്ദേഹം പറഞ്ഞു, ഐ എം സോറി, അവരെ കുറ്റം പറയണ്ട, ഞാൻ അത്ര നല്ലവനൊന്നും അല്ല. കർത്താവ് ഒരു കാര്യം അവിടെ എഴുതിയിട്ടില്ല, ഞാൻ എൻ്റെ ഭാവന ചേർത്ത് എന്നെ വിട്ടേരെ പോട്ടെ, ഞാൻ ഇനി എൻ്റെ വഴിക്ക് പോവാം എന്ന് പറയാൻ തുടങ്ങുമ്പോൾ യേശു അടുത്ത ഡയലോഗ് പറയുന്നു. എന്താണ് അടുത്ത ഡയലോഗ്? അവൻ എന്നോട്, നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കുമെന്ന് കൽപ്പിച്ചു. അതിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു? ആ ഡയലോഗ് ഇച്ചിരൂടെ ഗാംഭീര്യമായി പറയണം. അതെങ്ങനെയാണെന്നറിയോ? പൗലോസ് തലയൊക്കെ താത്തി പറഞ്ഞു, ഞാൻ ഇനി എന്തെങ്കിലും കൂടാരപ്പണിയൊക്കെ ചെയ്ത് ജീവിച്ചോളാം, കുഴപ്പമില്ല, അവന്മാർ അംഗീകരിച്ചില്ലെങ്കിൽ നോ പ്രോബ്ലം. അങ്ങനെ ഒരു മനസ്ഥിതി വന്ന വഴി യേശു ചാടിക്കേറി പറഞ്ഞു, എടാ, അവർക്ക് നിന്നെ വേണ്ടെങ്കിൽ ഞാൻ നിന്നെ ജാതികളുടെ അടുക്കലേക്ക് അയച്ചോളാം. ശരിക്കും പൗലോസിനെ ജാതികളുടെ അപ്പോസ്തോലനാക്കുന്നതിൻ്റെ ദൈവത്തിൻ്റെ നിയോഗം ഇവിടെ വെച്ചാണ് പുറത്തു വരുന്നത്. സ്തോത്രം. ഒരു നല്ല അന്തരീക്ഷത്തിലല്ല. അന്ത്യോക്യ സഭയിലെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് വെച്ച് പരിശുദ്ധാത്മ പറഞ്ഞു, അന്ന് അവിടെ കണ്ട ആ പറഞ്ഞ ഇപ്പം അങ്ങ് വേറെ തിരിച്ചേക്കാൻ അന്ന് അവിടെ വെച്ച് പറഞ്ഞെന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഓർഡിനൻസ് പുറപ്പെടുവി വെച്ചത്, അതിൻ്റെ നിയോഗം വന്നത് ഇവിടെയാണ്. നടപടി വന്നതാണ് 13-ാം അധ്യായ അപ്പോസ്തല പ്രവൃത്തിയിൽ. അപ്പം ഞാൻ എന്താ പറഞ്ഞു നിർത്താൻ പോകുന്നതെന്നറിയോ? ജീവിതത്തിൻ്റെ ഏറ്റവും ഉടഞ്ഞ വേളയിൽ, ആ സമയത്തെ പ്രാർത്ഥനയ്ക്കകത്ത് അസാധാരണമായിരിക്കുന്ന ആത്മതലങ്ങൾ വെളിപ്പെടാന്ന് മാത്രമല്ല, ആ സമയത്ത് ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത നിയോഗങ്ങൾ ദൈവമായ കർത്താവ് തരാം. ഇനി നിനക്ക് വഴിയില്ല, എല്ലാവരും കൈവിട്ടു, നിന്നെ അംഗീകരിക്കാൻ ആരുമില്ല, നിന്റെ പ്രായം ഏജ് ഓവറായി, ഇനി ഇതിന് സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കകത്ത് സർവശക്തനായ ദൈവം വാടിയ മുഖത്തോടെ ഭാരത്തോടെ ഇരിക്കുമ്പോൾ സ്വർഗം പറയുന്നു, അവർക്ക് നിന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണം, ഞാൻ നിന്നെ അയക്കാം. പത്രോസിന്റെ കേസിൽ സ്തോത്രം, ഉച്ചയ്ക്ക് വിശന്ന് പൊരിഞ്ഞൊരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയപ്പോൾ, ആ നിമിഷം പ്രാർത്ഥനയ്ക്ക് വേർതിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം, ഞാൻ ഇങ്ങനെ പറയാം, അന്നേരം ആഹാരം കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു ശുശ്രൂഷ നടക്കില്ലായിരുന്നു, ചിലർ രക്ഷിക്കപ്പെടില്ലായിരുന്നു, കൊർന്നല്യോസും കുടുംബവും സ്തോത്രം ഈ നിലവാരത്തിൽ വരില്ലായിരുന്നു. അപ്പൊ ചിലരെ ദൈവത്തിങ്കിലേക്ക് നയിക്കാൻ, മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുവരാൻ ദൈവം നമുക്ക് വിചാരിക്കാത്ത ചില വിഷയത്തിലേക്ക് നയിക്കും. മൂന്നാമത്തെ വിവശത ഞാൻ പറയേണ്ട കാര്യമില്ല. സ്തോത്രം, യോഹന്നാന് പത്മോസിൽ കിടക്കുമ്പോഴാണ്. അതും ഒരു നല്ല സാഹചര്യം അല്ലല്ലോ. സ്തോത്രം. തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു വലിയ ഗ്രൗണ്ട് എടുത്തിട്ട് ഒരു മെഗാ ക്രൂസൈഡ് നടത്തിയിട്ട് വിസ കൊടുത്ത് യോഹന്നാനെ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന വേദിയിലല്ലല്ലോ അയാൾ വിവശതയിലായത്. സ്തോത്രം. എല്ലാവരും കൂടി നാട് കടത്തി ജീവിതത്തിൽ ഒരിക്കലും മടങ്ങി വരില്ലെന്നോർത്ത് ഒറ്റപ്പെട്ട് പത്മോസിൽ കിടക്കുന്ന പ്രാർത്ഥനയിലല്ലേ വിവശതയിലായത്. എഫേസോസിലെ സഭയിൽ
ഇതുപോലത്തെ ആൾക്കാരുടെ ഇടയിൽ ആരാധന ലീഡ് ചെയ്ത സമയത്തൊന്നും ഇതുപോലത്തെ ഒരു ആത്മീക അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അന്ന് അദ്ദേഹം ഉണ്ട്. ഇതുപോലത്തെ ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അന്നൊന്നും ഉണ്ടാകാത്ത ഒരാത്മീക അനുഭവം എല്ലാവരും കൂടി കൊണ്ടുപോയി പൂച്ചയെ കൊണ്ട് കളഞ്ഞതുപോലെ വയസ്സാങ്കാലത്ത് തട്ടിക്കളഞ്ഞപ്പോൾ നിരാശയോടെ അവിടെ വെച്ച് പാറക്കെട്ടുകൾക്കിടയിൽ ജീവിതം തീർക്കുന്നതിന് പകരം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരിക്കലും മറക്കാത്ത അരുമനാഥൻ ഇറങ്ങി വന്നിട്ട് ആത്മതലത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ അവനെ പത്മോസിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി സ്വർഗം കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചുവിട്ടില്ലേ? സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടുമാണോ എന്ന് എനിക്കറിയില്ല, ആരോടൊക്കെയോ പറയുന്നു, ഇപ്പോഴത്തെ ഈ സർക്കംസ്റ്റാൻസസ് അഥവാ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു വല്ലാത്ത പ്രശ്നം അതിനെ മുതലാക്കണം. അടുത്തിരുന്നുകൊണ്ട് പിശാചും അല്ലാത്തവരെല്ലാം നീ ഇത്രയൊക്കെ ആത്മാർത്ഥത കാണിച്ചിട്ട് അവസാനം നിനക്ക് ഇങ്ങനെയാണല്ലോ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചൊറിയാൻ ആരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കേൾക്കാൻ പോകരുത്. ഈ സമയം ആത്മാവിൽ മുതലാക്കണം. വേറൊരു മേഖല ഓപ്പണായി വരും, വേറൊരു മണ്ഡലം ദൈവം തുറന്നു വരും. അത് നിങ്ങളുടെ സ്വത്രം സെക്കുലർ ഫീൽഡിലാണെങ്കിലും സ്പിരിച്വൽ ഏത് തലത്തിലാണെങ്കിലും ആ മേഖല നീ ആഗ്രഹിച്ചത് കിട്ടാതെ പോയി, നിന്റെ കൊച്ചിന് പ്രതീക്ഷിച്ചെടുത്ത അഡ്മിഷൻ മുതൽ ഇങ്ങോട്ട് പോയതെല്ലാം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ മുതലാക്കിയെടുക്കാൻ വേണ്ടി ആ കുഞ്ഞിനോടും പറയണം, നിങ്ങൾ ഒരുങ്ങണം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ഞാൻ പറയുന്നു, എവിടേക്കോ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ, വലിയ മാറ്റങ്ങളിലേക്ക് ഈ സാഹചര്യത്തെ കൊണ്ടെത്തിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ചുരുക്കം പേര് മാത്രമായിരുന്ന സ്വത്രം നിങ്ങളുടെ നടുവിൽ ദൈവാത്മാവ് പറയുന്ന ഈ വാക്കുകളെ ഗൗരവമായിട്ടെടുത്തിട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം, അടുത്ത തലങ്ങൾ സംജാതമാകാറായി. അത് തലമുടി നരച്ചതോ റിട്ടയർമെന്റ് ആയതോ ഒന്നും വിചാരിക്കണ്ട. ഒരു ഉണർവോടെ കണ്ടിട്ട് ഈ ലോകം വിട്ടു പോകാവൂ. ഒരു അംഗീകാരം കൂടി കണ്ടിട്ട് നീ ഈ ലോകം വിട്ടു പോകാവൂ. അതിന് ദൈവമായ കർത്താവ് ഒരുക്കുന്ന ഒരു വലിയ മുഖാന്തരമായി കാണണം. നമുക്കെല്ലാവരും കൂടി ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സമയം അതിക്രമിച്ചു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ. 2-3 മിനിറ്റോടെ ഞാനൊരു കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ബാക്കി കാര്യങ്ങൾ സ്തോത്ര അധ്യക്ഷന്മാർക്കോ കൊയറിനോ ഞാൻ വിട്ടുകൊടുക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്നിധി നിന്നാട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ നിങ്ങൾ ദൈവത്തോട് ആദ്യം മുതൽ പറഞ്ഞു വന്ന ഓരോ കാര്യങ്ങളും എല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും. പക്ഷെ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ദൈവമായ കർത്താവ് ഒരു മറിപ്പ് നടത്തുന്ന കാര്യം പറഞ്ഞില്ലേ, അതിനോടൊക്കെ ഇന്നത്തെ ഈ ചിന്തകളൊക്കെ ചേർത്ത് വെക്കാൻ പറ്റുന്നതാണ്. ചിലർ മിടുക്കരാണെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ബുദ്ധിപരമായി കരുനീക്കി. നമ്മളും വിചാരിച്ചു കൈവിട്ടു പോയി, നീ എൻ്റെ പുറകെ പോയിട്ട്. പക്ഷെ അവസാന നിമിഷത്തിൽ ഒരു മറിപ്പ് നടത്തി നീ വിചാരിച്ച കാര്യം നിന്റെ അടുക്കൽ തന്നെ മടക്കി വരുത്താൻ ദൈവം വിശ്വസ്തനാണ്. അത് നിറവേറ്റാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് ഇത് ചെയ്യും നിശ്ചയമായും. നിന്നെക്കുറിച്ച് ദൈവമായ കർത്താവ് കണ്ടിരിക്കുന്ന ഉള്ളറകളിലെ ആശങ്കകൾ മാറ്റി ദൈവം ഇട്ടിരിക്കുന്ന ചില വിഷയങ്ങൾ നിന്നെ വലുതാക്കാനാണ്. അത് ദൈവം ചെയ്യും. എല്ലാറ്റിലുപരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു ആത്മതലത്തിലേക്ക് കൊണ്ടുപോയി ദൈവം നമ്മളെ മറ്റൊരു മേഖല ഓപ്പൺ ചെയ്തു തരും. എല്ലാവരും പ്രാർത്ഥിക്കുക, കർത്തൃദാസന്മാരുൾപ്പെടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കും. വിവിധ പ്രായക്കാർ, ആരോഗ്യപരമായി വിവിധ നിലവാരമുള്ളവർ, ശുശ്രൂഷയിൽ തന്നെ ആത്മീയത്തിൽ തന്നെ പല ലെവലുകൾ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ പറഞ്ഞ ഇതെന്തിനാണോ അതിവിടെ നിറവേറ്റണമേ കർത്താവേ. ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബാക്കി കാര്യങ്ങൾ കർത്തൃദാസന്മാർ കൈകാര്യം ചെയ്യും.